പ്രിയപ്പെട്ടവരെ, വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59:21 നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്: നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്ന വചനങ്ങളും നിന്റെയോ നിന്റെ സന്താനങ്ങളുടെയോ അവരുടെ സന്താനങ്ങളുടെയോ അധരങ്ങളിൽ നിന്ന് ഒരിക്കലും അകന്നു പോവുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ വാഗ്ദാനമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വചനത്തിന്റെ ശക്തി ഈ വചന കൂടാരത്തിലേക്ക് ദൈവം ഇറക്കുന്ന നിമിഷങ്ങളാണ് ഇത്. ഇന്ന് നമുക്ക് വേണ്ടി കർത്താവിൻ്റെ വചനം പങ്കുവയ്ക്കുന്നത് പ്രശസ്ത ധ്യാനഗുരുവായ ഷാലോം TV-യിലൂടെയൊക്കെ ഒത്തിരി വചന ശുശ്രൂഷകളൊക്കെ ചെയ്ത് നമുക്ക് ഒത്തിരി പരിചിതനായ ഫാദർ ജോബി കാച്ചപ്പള്ളി VC. അദ്ദേഹം ഇപ്പോൾ ഫരീദാബാദിലുള്ള ഡിവൈൻ റിട്രീറ്റ് സെൻറ്ററിൻ്റെ ഡയറക്ടറായിട്ട് ശുശ്രൂഷ ചെയ്യുകയാണ്. നമുക്ക് അച്ഛനെ വലിയ സ്നേഹത്തോടുകൂടി വലിയ ആദരവോടുകൂടി കരങ്ങളടിച്ച് ഈ വചനവേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഹല്ലേലൂയ. സ്വരമുയർത്തി പറയാം: ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊന്ന് എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് ഒരിക്കൽ കൂടി ശക്തിപ്പെട്ട് നമുക്ക് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഞാൻ വാസ്തവത്തിൽ നമ്മുടെ ഷാലോമിൻ്റെ നേതൃത്വ നിരയിലുള്ള KJ മാത്യു സാർ നിങ്ങൾക്ക് ചുരുങ്ങിയ സമയം വചനം പങ്കുവെച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ദേവാലയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു പ്രവർത്തനം ഈ ജാഗരണ പ്രാർത്ഥനയിൽ കർത്താവ് ആത്മാക്കളെ ഐക്യപ്പെടുത്തി നയിക്കുന്നതായി എനിക്ക് തോന്നി. അദ്ദേഹം അന്ധതയെക്കുറിച്ച് പറഞ്ഞു, ശാരീരികമായ അന്ധത. ഞാൻ എടുക്കാൻ പോകുന്ന ക്ലാസ് അന്ധനായ ബർത്തമിയൂസിനെ കുറിച്ചാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരം ഉയർത്തി കർത്താവായ ഈശോയെ, ഈ നിമിഷങ്ങളിൽ ലോകമെമ്പാടും വചനം കേട്ടുകൊണ്ടിരിക്കുന്ന തിരുവചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സകല ദൈവ മക്കളിലേക്കും ആത്മാവിന്റെ ശക്തിയെ അങ്ങ് അയക്കണമേ. അത്ഭുതകരമായ വിടുതലും രോഗശാന്തിയും അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുവിന്റെ നാമത്തിൽ ഈ നിമിഷങ്ങളിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. യേശുവിന്റെ ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സകല ദൈവമക്കളിലേക്കും ഈ നിമിഷങ്ങളിൽ കടന്നു വരണമേ. അന്തർ കാണട്ടെ, ഷെകിടർ കേൾക്കട്ടെ, ഊമർ സംസാരിക്കട്ടെ, തളർവാദ രോഗികൾ യേശുനാമത്തിൽ എഴുന്നേറ്റ് നടക്കട്ടെ. യേശുവേ, എന്റെ ജീവിതത്തിന്റെ രക്ഷകനും നാഥനുമായി അങ്ങേ ഞാൻ ഏറ്റുപറയുന്നു. യേശുവേ, അങ്ങേ നാമത്തിൽ പൈശാചിക ശക്തികളോട് ഞാൻ കൽപ്പിക്കുന്നു, എന്നെ വിട്ട് ദൂരെ പോവുക. യേശുവേ, അങ്ങേ നാമത്തിൽ അന്ധകാര ശക്തികളോട് ഞാനിതാ കൽപ്പിക്കുന്നു, എന്നെ വിട്ട് ദൂരെ പോവുക. യേശുവിന്റെ കുരിശിൻ ചുവട്ടിൽ എന്നേക്കുമായി എല്ലാ അന്ധകാര ശക്തികളും ബന്ധിക്കപ്പെടട്ടെ എന്ന് കൽപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ സാത്താനെയും അവന്റെ തന്ത്രങ്ങളെയും വെറുത്തുപേക്ഷിച്ചുകൊണ്ട് യേശുനാമത്തിൽ ഞാനിതാ കൽപ്പിക്കുന്നു. അന്ധകാര ശക്തികളെ, നാരകീയ ശക്തികളെ, ഭൂതബാധ ചങ്ങലകളെ ഞങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകട്ടെ. ദൈവമക്കൾ സ്വതന്ത്രരാകട്ടെ. ഈ നിമിഷം യേശുനാമത്തിൽ ഞങ്ങൾ സ്വതന്ത്രരാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി പ്രിയപ്പെട്ട ദൈവമക്കളെ വിശ്വാസത്തോടെ നെഞ്ചുരുകി ഈശോയെ വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. അഭിഷിക്ത വൈദികൻ ഇതാ യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. കണ്ണുകൾ അടച്ച് സ്വരമുയർത്തി സ്തുതിക്കട്ടെ. In the name of the Father and of the Son and of the Holy Spirit, right now I rebuke and command the powers of darkness in the name of the Father and of the Son and of the Holy Spirit. Be bound there forever at the foot of the cross. Nevermore come back into service. We are the children of God, purchased by the blood of Jesus Christ. യേശുവിന്റെ നാമത്തിൽ അന്ധകാര ശക്തികൾ യേശു നാമത്തിൽ ബന്ധിക്കപ്പെടട്ടെ. ശക്തിയോടെ കൈകളടിച്ച് നമുക്ക് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. താങ്ങിയെന്നേ തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. ശക്തിയോടെ കൈകളടിച്ച് പാടട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. ഓ കർത്താവേ, ദൈവമക്കളിലേക്ക് കാൽവരി കുരിശിലെ രക്തം ചിന്തി അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തിയടിക്കും. വലിയ ഉണർവോടെ ശക്തിയോടെ കൈകളടിക്കും. മാറിടട്ടെ, ശാപമെല്ലാം നീങ്ങിടട്ടെ. ദൈവസ്നേഹത്താൽ നിറഞ്ഞിടട്ടെ, ദൈവസ്നേഹത്താൽ നിറഞ്ഞിടട്ടെ. തിരുക്കരത്താൽ താങ്ങിയെന്നേ വലതുകാലം മാറ്റി ചവിട്ടിക്കൊണ്ട് ശക്തിയോടെ ഉണർവോടെ ഇരു വശങ്ങളിലേക്ക് കൈയടിച്ചു പാടാം. എല്ലാ ദൈവജനതയും പ്രിയപ്പെട്ട മക്കളെ ശരീരം വിട്ടുകൊടുത്ത് സ്തുതിക്കട്ടെ. എല്ലാവരും ഇരുവശങ്ങളിലേക്ക് കൈകളടിച്ചു പാടാം. വലിയ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ഈശോയെ, അങ്ങയുടെ തിരുരക്തം ഈ ദൈവ മക്കളിലേക്ക് തളിക്കണം. ഈ നിമിഷങ്ങളിൽ അന്ധകാര ശക്തികൾ ബന്ധിക്കപ്പെടട്ടെ. കർത്താവേ, ആത്മീയ ഉണർവ്, ശക്തി, കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തിയോടെ കൈയടിച്ച് എല്ലാ ദൈവ മക്കളും ഉണർവോടെ പാടുന്നു. കരങ്ങൾ താഴ്ത്താം. രോഗമെല്ലാം മാറിടട്ടെ, തിന്മയെല്ലാം നീങ്ങിടട്ടെ. ഇരുവശങ്ങളിലേക്കും കൈകൾ അടിച്ചുകൊണ്ട് പാടുക. ശരീരം അനക്കി കർത്താവിനെ വിട്ടുകൊടുത്ത് ജീവിതത്തെ കൊടുത്ത് പാടട്ടെ. എല്ലാവരും നിൽക്കുന്ന സ്ഥലത്ത് അനങ്ങുന്നു. പ്രിയപ്പെട്ടവരെ, അനങ്ങി പാടട്ടെ. ഈശോയ്ക്ക് വിട്ടുകൊടുക്കട്ടെ ജീവിതം. ചേർന്ന് പാടാം. തിരുക്കരത്താൽ താങ്ങിയെന്നേ തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. സ്വരമുയർത്തി. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ പാടട്ടെ. ഒരിക്കൽ കൂടി യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. ചേർന്ന് പാടാം. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. വീണ്ടും പാടുന്നു. യേശുവിൻ രക്തം, കരങ്ങൾ ഉയർത്തി ഈശോയെ സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ദൈവ മക്കളിലേക്ക് അഭിഷേകത്തിന്റെ ശക്തി ഒഴുകട്ടെ. കർത്താവേ, ശക്തി ഒഴുകട്ടെ. ഈശോയെ വിളിക്കട്ടെ.
യേശുവേ നിന്റെ ശക്തി ദൈവ മക്കളിലേക്ക് ഒഴുകിയിറങ്ങട്ടെ കർത്താവേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, മാറാ രോഗങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് കൽപ്പിക്കുന്നു കർത്താവേ. ഈശോയെ വിളിക്കട്ടെ, ഈശോയെ 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 ഈശോയെ. സ്വരമുയർത്തി ഈശോയെ വിളിക്കട്ടെ പ്രിയപ്പെട്ട ദൈവ മക്കളെ. യേശുവേ യേശുവേ ഈശോയെ വിളിക്കട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവേ യേശുവേ യേശുവേ യേശുവേ. യേശുവേ ദൈവമേ യേശുവേ ദൈവമേ സ്നേഹമേ ജീവനേ സ്നേഹമേ യേശുവേ യേശുവേ യേശുവേ. ആത്മനേ കരമുയർത്തി ചേർന്ന് പാടാം. സ്വർഗീയ ശക്തി ദൈവമകനിലേക്ക് ഒഴുകി, അഭിഷേകത്തിന്റെ നിറവ് ഒഴുകിയിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അഭിഷേകം നിറയട്ടെ കർത്താവേ, അഗ്നി എന്നിൽ കത്തട്ടെ കർത്താവേ, അശുദ്ധിയെല്ലാം ശാമ്പലാകട്ടെ കർത്താവേ. നിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവേ. കരങ്ങളെ യാചനാപൂർവ്വം പിടിച്ചുകൊണ്ട് ഈശോയെ വിളിക്കട്ടെ പ്രിയപ്പെട്ട ദൈവമക്കളെ. കണ്ണുനീരോടുകൂടി ഈശോയുടെ നാമം വിളിച്ച് പ്രാർത്ഥിക്കട്ടെ ഈ നിമിഷങ്ങളിൽ. ഈശോയെ വിളിക്കട്ടെ. എല്ലാ ദൈവമക്കളും കരങ്ങളെ യാചനാപൂർവ്വം പിടിച്ചു കരങ്ങൾ യേശുവിന്റെ നേരെ നീട്ടിക്കൊണ്ട് പാടാം. ഈശോയെ നോക്കട്ടെ, നിലവിളിച്ചു പാടട്ടെ. ചാരമാകട്ടെ ഞാൻ വിളങ്ങുന്ന മുത്താകട്ടെ.
ജീവിതത്തെ തൊടണമേ, എന്റെ ജീവിതത്തെ തൊടണമേ കർത്താവേ. ഈശോയെ വിളിക്കട്ടെ പ്രിയപ്പെട്ടവരെ. കർത്താവിന്റെ നാമത്തിൽ ഈ ദൈവ മക്കളെ നീ തൊടണമേ കർത്താവേ. അഭിഷേകത്തെ നിറയട്ടെ കർത്താവേ. സകല ദൈവ മക്കളെയും ഈശോയെ ഈ രാത്രിയിൽ നീ തൊടണമേ കർത്താവേ. ഈശോയെ, ഈശോയെ ഈ മക്കളെ തൊടണമേ കർത്താവേ. നിലവിളിച്ചോ, നിലവിളിച്ചോ. യേശുവേ, 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 യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ദൈവ മക്കളെ തൊടണമേ കർത്താവേ. ദൈവ മക്കളെ തൊടണമേ കർത്താവേ. ചാരമാകട്ടെ ഞാൻ തിളങ്ങുന്ന അശുദ്ധിയില്ല. ചാരമാകട്ടെ ഞാൻ തിളങ്ങുന്ന ഓ കർത്താവേ. അശുദ്ധിയില്ല. ചാരമാകട്ടെ ഞങ്ങൾ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയില്ല. ചാരമാകട്ടെ ഞങ്ങൾ തിളങ്ങുന്ന മുത്താകട്ടെ. അശുദ്ധിയില്ല. ചാരമാകട്ടെ ഞങ്ങൾ തിളങ്ങുന്ന ഹല്ലേലൂയ. ശബ്ദമുയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 46 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ ബർത്തമയൂസ് എന്ന അന്ധയാചകനെ നമ്മൾ കണ്ടുമുട്ടുന്നു. എന്താണ് ഈ അന്ധയാചകന്റെ പ്രത്യേകതകൾ? അത് ബൈബിളിൽ എഴുതി വച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഒരു മനുഷ്യന് ശരീരം, ആത്മാവ്, മനസ്സ് എന്നീ 3 ഘടകങ്ങളുണ്ട്. അവനൊരു ശരീരമുണ്ട്, അവനൊരു മനസ്സുണ്ട്, അവനൊരു ആത്മാവുണ്ട്. ബർത്തമയൂസിന്റെ ജീവിതത്തിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ 3 മേഖലകളിലും ജീവിതം തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഒരു മനുഷ്യനെയാണ് അന്ധനായ ബർത്തമയൂസിൽ നിങ്ങൾ കണ്ടുമുട്ടുക. നമ്മൾ കാണുകയാണ് എന്താണ് ഇവന്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള തകർച്ചകളും കഷ്ടപ്പാടുകളും വേദനകളും. ബർത്തമയൂസ് എന്ന് പറഞ്ഞൊരു വ്യക്തി, നീ മനസ്സിലാക്കണം പ്രിയപ്പെട്ട സഹോദര സഹോദരി, സാമ്പത്തികമായി തകർന്ന് തരിപ്പണമായി നിന്റെ ബിസിനസ് തകർന്ന് ജീവിതത്തിൽ ഒരു തുട്ട് നിന്റെ കയ്യിൽ ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ ബർത്തമയൂസിന്റെ ജീവിതത്തിലെ അവസ്ഥയാണ് എന്ന് നീ തിരിച്ചറിയുക. ശാരീരികമായ രോഗപീഠകൾ വന്ന് എങ്ങോട്ട് പോകണമെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ നിരാശപ്പെട്ട് നിന്റെ രോഗത്തിലേക്ക് നോക്കി വേദനിക്കുന്ന മനുഷ്യ, നീ തിരിച്ചറിയണം, നീ ബർത്തമയൂസിനെ പോലെ രോഗബാധിതനായി വേദനിക്കുന്ന മനുഷ്യനാണ്. ജീവിതത്തിൽ രോഗങ്ങളുടെയും സാമ്പത്തിക ഞെരുക്കങ്ങളുടെയും മധ്യത്തിൽ ദൈവത്തോട് പോലും പരിഭവം തോന്നി പ്രാർത്ഥനയില്ലാതെ ആധ്യാത്മികമായ ഭക്തകർമ്മങ്ങളില്ലാതെ വഴിയരികിൽ കിടക്കുന്ന ബർത്തമയൂസിനെ നോക്കുമ്പോൾ നീ തിരിച്ചറിയണം, ജീവിതയാത്രയിൽ തകർച്ചകൾ കടന്നു വന്നതുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ പറ്റാതെ, ദേവാലയത്തിൽ പോകുവാൻ പറ്റാതെ, ബൈബിൾ വായിക്കുവാൻ പറ്റാതെ,
ദൈവത്തോട് പോലും പരിഭവങ്ങൾ തോന്നുന്ന ചില നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട് സുഹൃത്തെ. അങ്ങനെയെങ്കിൽ നീ തിരിച്ചറിയുക, ബർത്തമയൂസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഒരു കഥാപാത്രമായി ബൈബിളിൽ മാത്രം നീ കാണേണ്ടതല്ല. ഇവിടെ ഇരിക്കുന്ന നമ്മളിൽ ഓരോരുത്തരിലും ബർത്തമയൂസ് ഇരിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ഒരു പക്ഷേ അന്ധനായിട്ടായിരിക്കാം, യാചകനായിട്ടായിരിക്കാം, കടബാധ്യതയുള്ള വ്യക്തിയായിട്ടായിരിക്കാം, പ്രിയപ്പെട്ടവർ സ്നേഹിച്ചവർ ഉപേക്ഷിച്ച് വഴിയോരത്ത് തള്ളിയതിന് തുല്യമായിട്ടിരിക്കുന്ന വ്യക്തിയായിരിക്കാം. ഈ വ്യക്തിയുടെ ജീവിത കഥകളിലൂടെ കടന്നു പോകുമ്പോൾ നാം തിരിച്ചറിയുന്നു, സൗഖ്യ തീർത്ഥങ്ങളിലേക്ക് ബർത്തമയൂസ് കടന്നു വരുമ്പോൾ എങ്ങനെയാണ് ഇത്രമാത്രം തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഈ വ്യക്തി സൗഖ്യ തീർത്ഥങ്ങളിൽ എത്തിച്ചേർന്നത് എന്നുള്ളതിന് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വെളിച്ചത്തിൽ നാം കാണാൻ പോകുന്ന ചില ഉത്തരങ്ങളുണ്ട് പ്രിയപ്പെട്ടവരെ. സഹോദരങ്ങളെ, നാം ചിന്തിക്കുക, എന്താണ് ബർത്തമയൂസിന്റെ ജീവിതത്തിന്റെ പ്രത്യേകത? ഒന്നാമതായി അവന്റെ പ്രത്യേകത, അവനൊരു യാചകനാണ് എന്നുള്ളതാണ്. ഉറക്കെ പറയാം, അവന്റെ പ്രത്യേകത എന്താണ്? അവനൊരു യാചകനാണ്. യാചകൻ എന്ന് പറഞ്ഞാൽ ജീവിത വൃത്തിക്ക് വേണ്ടി മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്ന നിസ്സഹായതയുടെ പ്രതീകമായൊരു മനുഷ്യൻ. രണ്ടാമതായി ബൈബിളിൽ നമ്മൾ കാണുന്നു, അവൻ വഴിയോരത്ത് കിടക്കുന്ന വ്യക്തിയാണ്. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ സ്വന്തമായി കിടപ്പാടമില്ലാത്ത വ്യക്തിയാണെന്നർത്ഥം. വീണ്ടും നമ്മൾ ബൈബിളിൽ വായിക്കുന്നു, അവൻ മാനുഷികമായി തകർന്ന വ്യക്തിയാണ്. മാനസികമായി തകർന്ന വ്യക്തി, ദുഃഖത്തിനടിമപ്പെട്ട വ്യക്തി, നിരാശയ്ക്കടിമപ്പെട്ട വ്യക്തി, മാനസികമായി സന്തോഷമെന്തെന്ന് ജീവിതത്തിൽ മറന്നുപോയൊരു വ്യക്തി. വീണ്ടും നമ്മൾ കാണുന്നു, നാലാമതായി എന്താണ് ബർത്തമയൂസിന്റെ പ്രത്യേകത? അവന് ജീവിതത്തിൽ അഭിമാനം നഷ്ടപ്പെട്ട വ്യക്തിയാണ്. എന്താണ് അഭിമാനം നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ? ജീവിത നിവൃത്തിക്ക് വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വരിക, അഭിമാനം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ്. അഞ്ചാമതായി നമ്മൾ കാണുന്നു, അവൻ ദാരിദ്ര്യം അനുഭവിക്കുന്ന വ്യക്തിയാണ്. ആറാമതായി നമ്മൾ കാണുന്നു, അവൻ അന്ധനാണെന്ന് പറയുമ്പോൾ ജീവിതത്തിന്റെ പ്രകാശം നഷ്ടപ്പെട്ട വ്യക്തിയാണെന്നർത്ഥം. ഈ വ്യക്തിയെ കുറിച്ച് നമ്മൾ ധ്യാനിക്കാൻ പോവുകയാണ്. സഹോദരങ്ങളെ, ബർത്തമയൂസ് സൗഖ്യ തീർത്ഥങ്ങളിലേക്ക് എത്തിച്ചേർന്നതിന് പിന്നിൽ, കർത്താവിൻ്റെ കരങ്ങൾ അവനെ സുഖപ്പെടുത്തിയതിന് പിന്നിൽ 7 കാരണങ്ങളുണ്ടായിരുന്നു. ഏതാണ് 7 കാരണങ്ങൾ? എങ്ങനെയാണ് ബർത്തമയൂസ് സൗഖ്യ തീർത്ഥങ്ങളിൽ എത്തിച്ചേർന്നത് എന്ന് ഈ തിരുവചന മണിക്കൂറിൽ നമ്മൾ കാണുവാൻ പോവുകയാണ്. ഒന്നാമതായി, സൗഖ്യം സ്വീകരിക്കുവാൻ ബർത്തമയൂസിനെ സഹായിച്ചതിന് പിന്നിൽ അവൻ്റെ തന്നെ ആത്മീയമായ ഒരു ചിന്തയായിരുന്നു. അതിനെ നമ്മൾ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയും, നോ യുവർ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നിന്നെ തന്നെ തിരിച്ചറിയുക, നിന്റെ സാഹചര്യത്തെ തിരിച്ചറിയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെപ്പോൾ ഹല്ലേലൂയ പറഞ്ഞാലും വലത് കരമുയർത്തി ഹല്ലേലൂയ പറയുന്നു. കരമുയർത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, കർത്താവേ അങ്ങയുടെ മുമ്പിൽ ഞാൻ കീഴടങ്ങുന്നു, കർത്താവേ അങ്ങയുടെ മുമ്പിൽ എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു എന്നാണ് അർത്ഥം. അങ്ങനെയെങ്കിൽ ഒരു ഹല്ലേലൂയ പറയട്ടെ. സ്വരമുയർത്തി, അല്പം കൂടി സ്വരമുയർത്തി. പ്രിയപ്പെട്ടവരെ, നാം ഇവിടെ കാണുകയാണ്, നീ നിന്നെ തന്നെ തിരിച്ചറിയുക എന്നാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്, വിടുതൽ പ്രാപിക്കുവാൻ. ബർത്തമയൂസ് ജീവിതത്തിൽ എന്താണ് തിരിച്ചറിഞ്ഞത്? അവനൊരു കാര്യം മനസ്സിലായി, എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ കൈനീട്ടിയത് കൊണ്ട്, മാനുഷികമായി മറ്റുള്ളവർ എന്നെ സഹായിച്ചത് കൊണ്ട് താൽക്കാലികമായി ഈ പ്രശ്നത്തിൽ നിന്ന് എനിക്കൊരു വിടുതൽ കിട്ടുന്നുണ്ട്. എന്നാൽ എൻ്റെ ജീവിതം തകർന്ന് തരിപ്പണമായി ഈ വഴിയോരത്ത് കിടക്കുമ്പോൾ ഞാൻ വഴിയരികിൽ ജീവിക്കേണ്ട വ്യക്തിയല്ല എന്നും, ഇവിടെ നിന്നും എഴുന്നേറ്റ് സഹായം കിട്ടുവാൻ സാധ്യതയുള്ളവനെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്നുള്ള തിരിച്ചറിവ് ജീവിതയാത്രയിൽ ആർക്കുണ്ടായി? ബർത്തമയൂസിനുണ്ടായി. എന്ന് പറഞ്ഞാൽ, നിന്നെ തന്നെ തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ, അന്ധനായ ബർത്തമയൂസിൻ്റെ ജീവിതത്തിലെ തകർച്ചകളെക്കുറിച്ച്, അവൻ്റെ രോഗത്തെക്കുറിച്ച്, അവൻ്റെ വേദനയെക്കുറിച്ച്, അവൻ്റെ സങ്കടകരമായ അവസ്ഥയെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് അവന് ലഭിച്ചു എന്നാണ് അർത്ഥം. നിനക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ സുഹൃത്തെ?
പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ നിനക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്നാമതായി നീ കടന്നു പോകേണ്ട ആത്മീയ വിടുതലിന്റെ മേഖല എന്ന് പറയുന്നത് നിന്റെ ജീവിതത്തിന്റെ ദുരവസ്ഥകളെ, തകർച്ചകളെ, പാപത്തെ, വീഴ്ചകളെ, അന്ധകാരത്തെ, ബന്ധനത്തെ നീ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഹല്ലേലൂയ പറയട്ടെ, ഹല്ലേലൂയ പറയട്ടെ, ഹല്ലേലൂയ പറയട്ടെ, ഹല്ലേലൂയ പറയട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് കേട്ട് പരിചയമുള്ളൊരു കഥയുണ്ട്. നമുക്കറിയാം, ഒരിക്കൽ ഒരു വ്യക്തിക്ക് കഴുകന്റെ മുട്ട കിട്ടി. ഇദ്ദേഹം എന്ത് ചെയ്തു? കോഴിയെ പൊരുന്തിക്ക് വെക്കുമ്പോൾ ഈ കഴുകന്റെ മുട്ടയും ആ കൂട്ടത്തിൽ വെച്ചു. നാളുകൾ കഴിഞ്ഞു, കുഞ്ഞുങ്ങൾ വിരിഞ്ഞു വന്നു. ഈ കോഴിയുടെ കുഞ്ഞിൻ്റെ കൂടെ ഏത് കുഞ്ഞു പുറത്തേക്ക് വന്നു? കഴുകന്റെ കുഞ്ഞും പുറത്തേക്ക് വന്നു. സ്വാഭാവികമായിട്ടും എന്ത് സംഭവിച്ചു? ജനിച്ചു വളർന്ന സാഹചര്യത്തെ വിശ്വസിച്ചതുകൊണ്ട് കഴുകൻ ചിന്തിച്ചു, ഞാനൊരു കോഴിയാണ്, അതുകൊണ്ട് പറക്കാൻ കഴിവുണ്ടായിരുന്നിട്ടും അത് പറക്കാതെ കോഴി ജീവിക്കുന്നത് പോലെ മണ്ണിര തിന്നും നിലത്തെഴഞ്ഞും കോഴിയെപ്പോലെ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ ജീവിതയാത്രയിൽ ഒരിക്കൽ ഈ കഴുകൻ ആകാശത്തേക്ക് നോക്കിയപ്പോൾ അത്ഭുതകരമായി വെള്ളി മേഘങ്ങൾക്കിടയിലൂടെ കാറ്റിൻ്റെ ദിശയ്ക്കനുസരിച്ച് ചിറകുകൾ പോലും അടിക്കാതെ പറന്നുയരുന്ന ആ പക്ഷിയെ കണ്ടപ്പോൾ ഈ കഴുകൻ തൻ്റെ ചുറ്റുപാടുമുള്ള സഹൃദയരായ കോഴിക്കുഞ്ഞുങ്ങളോട് ചോദിച്ചു, ആകാശത്തേക്ക് നോക്കൂ, എത്രയോ മനോഹരമായ ഒരു പക്ഷിയാണ് വെള്ളി വിഹായിസിലൂടെ പറന്നുയരുന്നത്, അതാരാണെന്ന് ചോദിച്ചു. കൂട്ടത്തിലുള്ള കോഴിക്കുഞ്ഞുങ്ങളും എല്ലാം ഇങ്ങനെ ഉത്തരം നൽകി, അത് പക്ഷികളുടെ രാജാവാണ്. ആ പക്ഷികളുടെ രാജാവിന് പറക്കുവാൻ കഴിവുണ്ട്. നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളാണ്, നമുക്ക് പറക്കുവാൻ കഴിവില്ല. ഈ വാക്കുകൾ കേട്ട് ഈ കഴുകൻ എന്ത് ചെയ്തു? ഇതിൽ വിശ്വസിച്ച് അതൊരു കോഴിയെപ്പോലെ ജീവിച്ച് ഒരു കോഴിയെപ്പോലെ മരിച്ചു എന്നാണ് കഥ, ചത്തുപോയി എന്നാണ് കഥ. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ കഥയിലെ സാരാംശം? സാത്താൻ പാപത്തിലൂടെ നമ്മെ അടിമപ്പെടുത്തി നമ്മുടെ ചെവികളിൽ ചില കാര്യങ്ങൾ മന്ത്രിച്ചു തന്നിട്ടുണ്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ രോഗത്തിൽ നിന്ന്, ഈ തകർച്ചയിൽ നിന്ന് നിനക്ക് രക്ഷയില്ല, ഈ പാപത്തിൽ നിന്ന് നിനക്ക് വിടുതലില്ല, നിന്റെ ജീവിതം നശിച്ചു, നീ ഇനി രക്ഷപ്പെടാൻ പോകുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാത്താൻ പറയുന്ന നുണ നമ്മൾ വിശ്വസിച്ച് നമ്മൾ അഭിഷേകം പ്രാപിക്കാതെ, നമ്മൾ വിടുതൽ പ്രാപിക്കാതെ അന്ധകാരത്തിൽ മരിച്ച് നമ്മുടെ ജീവിതം നശിപ്പിച്ച് കളയേണ്ട മക്കളല്ല ദൈവ മക്കൾ എന്ന് ഈ രാത്രിയിൽ നിന്ന് തിരിച്ചറിയുക. പ്രിയപ്പെട്ടവരെ, നിന്നെ രക്ഷിക്കുന്ന ഒരു ദൈവം നിന്റെ മുമ്പിലുണ്ടെന്ന് വിശ്വസിക്കുക. നിന്നെ സഹായിക്കുവാൻ കഴിവുള്ള ഒരു ദൈവം നിന്റെ മുമ്പിലുണ്ടെന്ന് വിശ്വസിക്കുക. ആ ദൈവത്തിന് നിന്നെ രക്ഷിക്കുവാൻ കഴിയണമെങ്കിൽ നീ എന്ത് ചെയ്യണം? നിന്റെ ജീവിതത്തിലെ തകർച്ചകളെ, വീഴ്ചകളെ, പരാജയങ്ങളെ ദൈവ തിരുമുമ്പിൽ ഏറ്റുപറഞ്ഞ് അംഗീകരിക്കുവാനായിട്ട് തയ്യാറാകണം. ഹല്ലേലൂയ പറയട്ടെ, ഹല്ലേലൂയ പറയട്ടെ, ഹല്ലേലൂയ പറയട്ടെ. ലൂക്കായുടെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ 17-ാം തിരുവചനം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുക. ധൂർത്തപുത്രനെ കുറിച്ച് വചനം പറയുന്നു, പന്നി തിന്നുന്ന തവിടെങ്കിലും കൊണ്ട് വയറ് നിറയ്ക്കാമെന്ന് കരുതി അവൻ പന്നിക്കൂട്ടിൽ ജീവിക്കുക. ആരാണ്? ധൂർത്തപുത്രൻ. അപ്പനുമായി വഴക്കിട്ട് കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരു ചെറുപ്പക്കാരൻ ഇതാ പന്നിക്കൂട്ടിൽ ജീവിക്കുമ്പോൾ അവന് പന്നി തിന്നുന്ന ഭക്ഷണം പോലും അവൻ്റെ ജീവിതത്തിൽ അവന് കിട്ടാനില്ല. പ്രിയപ്പെട്ടവരെ, ഈ സാഹചര്യത്തിൽ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു വചനം നിങ്ങൾ ധ്യാനിക്കണം. പന്നിക്കൂട്ടിൽ വെച്ച് എല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഒരു അവസരത്തിൽ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നു, അപ്പോൾ അവന് സുബോധമുണ്ടായി. ഒന്നുറക്കെ പറയാവോ? എന്താണ് സുബോധം? അവൻ്റെ ജീവിതത്തിലെ നികൃഷ്ട അവസ്ഥയെക്കുറിച്ച്, എല്ലാം തകർന്നു പോയ അവസ്ഥയെക്കുറിച്ച്, അവന് നഷ്ടപ്പെട്ട ദൈവകൃപയെക്കുറിച്ച് അവനൊരു തിരിച്ചറിവുണ്ടായി എന്നാണ് ഈ വചനത്തിൻ്റെ അർത്ഥം. അവനെന്ത് ചെയ്തു? തിരിച്ചറിവുണ്ടായപ്പോൾ അവനൊരു തീരുമാനമെടുക്കുകയാണ്. എന്താണ് അവൻ്റെ തീരുമാനം? ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് യാത്രയാകും. പ്രിയപ്പെട്ടവരെ, വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ നിമിഷങ്ങളിൽ നീ തിരിച്ചറിയുക, പാപത്തിലൂടെ, തിന്മയിലൂടെ നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട ദൈവകൃപകളുണ്ട്, പാപത്തിലൂടെ നഷ്ടപ്പെട്ട ആരോഗ്യമുണ്ട്, പാപത്തിലൂടെ നഷ്ടപ്പെട്ട സമ്പത്തുണ്ട്. ഇത് തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഇതിൽ നിന്ന്
നിനക്ക് പുറത്തേക്ക് വരാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ പറയട്ടെ. എനിക്കൊരു കുഴപ്പമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് വചനം കേട്ടാൽ ദൈവത്തിന് നിന്നെ തൊടാൻ പറ്റില്ല. അതുകൊണ്ട് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം, കർത്താവേ, എൻ്റെ ജീവിതത്തിലെ ബലഹീനതകളെ, എൻ്റെ ജീവിതത്തിലെ കുറവുകളെ, എൻ്റെ ജീവിതത്തിലെ തകർച്ചകളെ നീ എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് ദൈവത്തിനു മുമ്പിൽ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ പറയട്ടെ. അങ്ങനെയെങ്കിൽ നമ്മൾക്ക് വെളിപാട് പുസ്തകത്തിൽ 3-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വചനം നൽകുകയാണ്. ഈ വചനം ആരെക്കുറിച്ച് പറയുക? ഇവിടെ ഇരിക്കുന്ന ഈ തിരുവചന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയെക്കുറിച്ചും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന വെളിപ്പെടുത്തലാണ് പ്രിയപ്പെട്ടവരെ. വചനം പറയുന്നു, എന്തെന്നാൽ ഞാൻ ധനവാനാണ്, എനിക്ക് സമ്പത്തുണ്ട്, ഒന്നിനും കുറവില്ല എന്ന് നീ പറയുന്നു. ഹല്ലേലൂയ. ആര് പറയുന്നു? ആര് പറയുന്നു? ഞാൻ പറയുന്നു. ഉറക്കെ പറയാവോ? ആര് പറയുന്നു? എനിക്കൊന്നിനും സമ്പത്തുണ്ട്, ആരോഗ്യമുണ്ട്, ശമ്പളമുണ്ട്, ജീവിതത്തിൽ എല്ലാം ഉണ്ട് എന്ന് കരുതുന്ന മനുഷ്യ, നിന്നെ നോക്കിക്കൊണ്ട് വചനം പറയുന്നത് നീ ശ്രദ്ധിക്കുക. എന്നാൽ നീ നികൃഷ്ടനും ദയനീയനും അന്ധനും നഗ്നനുമാണെന്ന് നീ അറിയുന്നില്ല. ഹല്ലേലൂയ. ആരാണെന്ന് അറിയുന്നില്ല? നികൃഷ്ടനും ദയനീയനും അന്ധനും നഗ്നനുമാണെന്ന് നീ. എന്താണ് നികൃഷ്ടാവസ്ഥ? പ്രിയപ്പെട്ട ദൈവമക്കളെ, പാപം ചെയ്തിട്ട് കുമ്പസാരിക്കാതെ കൂദാശകളില്ലാതെ പാപാവസ്ഥയിൽ ദിവ്യബലിയിൽ പങ്കെടുത്ത് ദിവ്യകാരുണ്യം സ്വീകരിക്കുന്ന വ്യക്തികളുടെ ജീവിതം പന്നിക്കൂട്ടിൽ കഴിയുന്ന നികൃഷ്ട അവസ്ഥയ്ക്ക് തുല്യമാണെന്ന് വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. നീ അന്ധനാണെന്ന് നീ അറിയുന്നില്ല. എന്താണ് അന്ധത? ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് പിന്നിൽ ദൈവത്തിൻ്റെ കരങ്ങൾ കാണാതെ പോവുക, ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ കാണാതെ പോവുക, ദൈവത്തോട് നന്ദിയില്ലാത്തവരായി മാറുക ഒരു അന്ധതയുടെ മേഖലയാണ്. പ്രിയപ്പെട്ടവരെ, നീ ദരിദ്രനാണ്. എന്താണ് ദാരിദ്ര്യം? കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ പറ്റാത്ത വിധത്തിൽ അഭിഷേകം നഷ്ടപ്പെട്ട് അഭിഷേകം ചോർന്നു പോയിരിക്കുന്നൊരവസ്ഥയാണ് ദാരിദ്ര്യാവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിന്റെ അവസ്ഥ ഇതാണെന്ന് നീ തിരിച്ചറിഞ്ഞ് എന്ത് ചെയ്യണം? കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് തയ്യാറാകണം. ഹല്ലേലൂയ പറയട്ടെ. ഹല്ലേലൂയ പറയട്ടെ. നമ്മുടെ അവസ്ഥ തിരിച്ചറിയാതെ ദൈവത്തിലേക്ക് വരുവാനോ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുവാനോ നമുക്ക് സാധിക്കുകയില്ല. നമുക്കറിയാം, വിശുദ്ധ മോണിക്ക പുണ്യവതിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മോണിക്ക പുണ്യവതി ആരാണ്? വിശുദ്ധ അഗസ്റ്റിൻ്റെ അമ്മയാണ്. പ്രിയപ്പെട്ടവരെ, മോണിക്ക പുണ്യവതിയുടെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം രേഖപ്പെടുത്തുന്നുണ്ട്. മോണിക്ക പുണ്യവതി മദ്യപാനിയായ ഒരു സ്ത്രീ ആയിരുന്നു. ഒരുപക്ഷെ നിങ്ങൾ കേട്ട് കാണുകയില്ല. പ്രൈസ് ദി ലോർഡ്. മദ്യപാനിയായ ഒരു സ്ത്രീ മദ്യപിച്ചുകൊണ്ട് ആ ഭവനത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം സുബോധം നഷ്ടപ്പെട്ട് പെരുമാറിക്കൊണ്ടിരിക്കുമ്പോൾ ആ വീട്ടിലെ വേലക്കാരി കൈവിരൽ ചൂണ്ടിക്കൊണ്ട് മോണിക്ക പുണ്യവതിയോട് ചോദിച്ചു, ഒരു ക്രിസ്ത്യാനിയാണോ താങ്കളെന്ന്? ക്രിസ്ത്യാനിയായ ഒരു വ്യക്തിക്ക് എങ്ങനെ മദ്യപിക്കാൻ സാധിക്കും? ആ ഒരു ചോദ്യം മോണിക്ക പുണ്യവതിയുടെ കണ്ണുകൾ തുറപ്പിച്ചു. ഒറ്റ നിമിഷം കൊണ്ട് മോണിക്ക പുണ്യവതി ആത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച് മാനസാന്തരപ്പെട്ട് പിന്നീട് ഒരിക്കലും ലഹരി പദാർത്ഥങ്ങൾ ജീവിതത്തിൽ ഉപയോഗിച്ചിട്ടില്ല എന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്താണ് സംഭവിച്ചത്? മോണിക്ക പുണ്യവതിക്ക് സുബോധമുണ്ടായി തൻ്റെ അവസ്ഥയെക്കുറിച്ച്. ഹല്ലേലൂയ പറയട്ടെ. ഹല്ലേലൂയ പറയട്ടെ. ഹല്ലേലൂയ പറയട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ അവസ്ഥയെക്കുറിച്ചുള്ളൊരു ഒരു ബോധം നമുക്കുണ്ടായെങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിന് നമ്മളെ തൊടാൻ പറ്റുകയുള്ളൂ. നമുക്കറിയാം, യാക്കോബിൻ്റെ ജീവിതത്തിലേക്ക് നിങ്ങൾ കടന്നു വരിക. പഴയ നിയമത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 32-ാം അധ്യായത്തിൽ യാക്കോബിൻ്റെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. എന്താണ് യാക്കോബിൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകത? അവൻ സ്വന്തം സഹോദരനെ വഞ്ചിച്ച് നുണ പറഞ്ഞ് അവൻ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൻ്റെ ജീവിതം ഒരിക്കലും അഭിഷേകം പ്രാപിക്കുന്നില്ല.
അവൻ സഹോദരനുമായി രമ്യതയിലല്ല കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി, എൻ്റെ സഹോദരനുമായി രമ്യതയിൽ അല്ലാത്തത് കൊണ്ടാണ് എൻ്റെ ജീവിതം അഭിഷേകം പ്രാപിക്കാത്തത്. ഇതൊരു തിരിച്ചറിവായിരുന്നു. അതുകൊണ്ട് യാക്കോബ് എന്ത് ചെയ്തു? സ്വന്തം സഹോദരനുമായി രമ്യതപ്പെടുവാൻ വേണ്ടി യാത്ര തിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ യാത്രയിൽ വെച്ച്, മരുഭൂമിയിൽ വെച്ച് ദൈവദൂതൻ യാക്കോബിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ എന്താണ് ചോദ്യം? എന്താണ് ചോദ്യം? നിന്റെ പേര് എന്താണ്? ഹല്ലേലൂയ പറയട്ടെ. എന്താണ് ചോദ്യം? ആ പേര് യാക്കോബിന് വെളിപ്പെടുത്താനായിട്ട് സാധിക്കില്ല. കാരണം എന്താണ്? സഹോദരനെ വഞ്ചിച്ച ഈ കഥ ഇസ്രായേൽ മുഴുവനും പാട്ടാണ്. അവൻ്റെ പേര് വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ അവനെ തല്ലാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവൻ്റെ പേര് ചോദിക്കുമ്പോൾ യാക്കോബിന് സ്വാഭാവികമായിട്ടും ഉള്ളിലൊരു ഭയപ്പാടുണ്ട്. പക്ഷേ ദൈവദൂതൻ നിന്റെ പേര് എന്താണെന്ന് ചോദിച്ചപ്പോൾ യാക്കോബ് ഒരിക്കലും ജീവിതത്തിൽ പിന്നീട് നുണ പറയുന്നില്ല. അവൻ ജീവിതത്തിൽ ആദ്യമായിട്ട് സത്യം പറയുകയാണ്. യാക്കോബ് പറഞ്ഞു, എൻ്റെ പേര് യാക്കോബ് എന്നാണ്. ദൈവദൂതന്റെ മുമ്പിൽ എളിമപ്പെട്ടുകൊണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ ഏറ്റുപറഞ്ഞ് ഞാൻ യാക്കോബാണെന്ന് ഏറ്റുപറഞ്ഞപ്പോൾ ദൈവം ആ സത്യസന്ധതയിൽ, ആ ഏറ്റുപറച്ചിലിൽ, ആ കുംഭസാരത്തിൽ സംപ്രീതനായതുകൊണ്ട് എന്തു പറഞ്ഞു ദൈവദൂതൻ? ഇനി മുതൽ നിന്റെ പേര് യാക്കോബ് എന്നല്ല, നീ ആരെന്ന് വിളിക്കപ്പെടും? ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. കരമടിച്ച് കർത്താവിന് നന്ദി പറയട്ടെ പ്രിയപ്പെട്ടവരെ. ഇനി മുതൽ നീ ആരെന്ന് വിളിക്കപ്പെടും? ഇസ്രായേൽ എന്ന് വിളിക്കപ്പെടും. എപ്പോഴാണ് ദൈവം യാക്കോബിന്റെ പേര് മാറ്റി അവനെ അനുഗ്രഹിച്ചത്? അവൻ്റെ അവസ്ഥ തിരിച്ചറിഞ്ഞ് അവൻ സത്യം ദൈവത്തിൻ്റെ മുമ്പിൽ ഏറ്റു പറഞ്ഞപ്പോൾ യാക്കോബിനെ കർത്താവ് അനുഗ്രഹിച്ചു. നുണ പറയുന്ന ശീലം നിർത്തിക്കളഞ്ഞപ്പോൾ യാക്കോബിനെ ദൈവം അനുഗ്രഹിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ പഴയ നിയമത്തിൽ മനോഹരമായ മറ്റൊരു സംഭവം കാണുന്നുണ്ട്. അത് മറ്റാരുടെയും ജീവിതത്തിലെ കഥയല്ല, അബ്രാഹത്തിന്റെ ജീവിതത്തിലെ കഥയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 13-ാം അധ്യായത്തിൽ 1-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇതാ ദൈവം അബ്രാഹത്തോട് പറഞ്ഞു, ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് നീ പോകണം, നിന്റെ ബന്ധുമിത്രാദികളെ ഉപേക്ഷിച്ചുകൊണ്ട് നീ പോകണം. അബ്രാഹം അങ്ങനെ യാത്രയായോ? എങ്ങനെയാണ് അബ്രാഹം ദൈവം പറഞ്ഞതനുസരിച്ച് യാത്രയാകുന്നത്? നിന്റെ ബന്ധുമിത്രാദികളെ ഉപേക്ഷിച്ച് നീ ഞാൻ കാണിച്ചു തരണ ദേശത്തേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ അബ്രാഹം എങ്ങനെ യാത്രയാകുന്നത്? 13-ാം അധ്യായം 1-ാം തിരുവചനം ഉൽപ്പത്തിയിൽ എഴുതി വെച്ചിരിക്കുന്നു, അബ്രാഹം ഭാര്യയോടും സ്വന്തം സഹോദരന്മാരോടും ബന്ധുമിത്രാദികളോടും കൂടെ ചേർന്ന് എങ്ങോട്ട് പോയി? നെഗബ് പ്രദേശത്തേക്ക് യാത്രയായി. എന്ന് പറഞ്ഞാൽ ദൈവം പറയുന്നത് അനുസരിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം അബ്രാഹം യാത്ര ആരംഭിക്കുകയാണ്. ഈ യാത്രയിൽ എന്ത് സംഭവിച്ചു? ദൈവം ആശീർവദിക്കാത്തത് കൂടെ കൊണ്ടുപോയത് കൊണ്ട് ആരായിരുന്നു അത്? ലോത്തിനെ ആര് കൂടെ കൊണ്ടുപോയി? അബ്രാഹം കൂടെ കൊണ്ടുപോയി. കാരണം ലോത്ത് ആരാണ്? അബ്രാഹത്തിന്റെ ചാർച്ചക്കാരനാണ്, ബന്ധത്തിൽപ്പെട്ട വ്യക്തിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം പറയുന്നത് അനുസരിക്കാതെ അബ്രാഹം യാത്രയായതുകൊണ്ട് പിന്നീട് എന്താണ് സംഭവിക്കുക? അബ്രാഹത്തിന്റെ വേലക്കാരും ലോത്തിന്റെ വേലക്കാരും തമ്മിൽ, ആട്ടിടയന്മാരും തമ്മിൽ എന്നും വഴക്കാണ്. അബ്രാഹത്തിന് ഈ വഴക്ക് തീർക്കാനേ നേരമുള്ളൂ. കുടുംബത്തിൽ സമാധാനമില്ല, ജീവിതത്തിൽ സമാധാനമില്ല. ഒടുവിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അബ്രാഹത്തിന് വലിയൊരു വെളിപ്പെടുത്തൽ കൊടുത്തു. എന്താണ് വെളിപ്പെടുത്തല്? നീ ദൈവം പറയുന്നത് അനുസരിക്കാത്ത വ്യക്തികളെയും സാഹചര്യങ്ങളെയും കൂടെ കൊണ്ടുപോയത് കൊണ്ടാണ് ജീവിതത്തിൽ തകർച്ച കടന്നു വന്നത്. അബ്രാഹത്തിന് സുബോധമുണ്ടായി. അബ്രാഹം തന്റെ അവസ്ഥയെ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് അബ്രാഹം എന്ത് ചെയ്തു? ലോത്തിനോട് പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അബ്രാഹം ലോത്തിനോട് പറഞ്ഞു, നമ്മൾ തമ്മിൽ കലഹമുണ്ടാകരുത്, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? ഈ കാണുന്ന ദേശമെല്ലാം നീ സ്വന്തമാക്കിക്കൊള്ളുക. എനിക്ക് നീ കാണുന്ന ദേശമെല്ലാം സ്വന്തമാക്കിയിട്ട് ബാക്കി ഉണ്ടെങ്കിൽ മാത്രം മതി. നീ എന്ത് ചെയ്യണം? നീ ഇനി മുതൽ നിന്റെ വഴി തിരഞ്ഞെടുക്കുക, ഞാൻ എൻ്റെ വഴി തിരഞ്ഞെടുക്കും.
അബ്രാഹവും ലോത്തും തമ്മിൽ ആ നിമിഷം പിരിഞ്ഞു ജീവിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. എന്താണ് ഇതിനർത്ഥം? അബ്രാഹത്തിൻ്റെ ജീവിതത്തിലെ തകർച്ചകൾക്ക് കാരണം എന്താണെന്ന് പ്രാർത്ഥനാപൂർവം അബ്രാഹം കണ്ടെത്തിക്കഴിഞ്ഞപ്പോൾ, സുബോധമുണ്ടായപ്പോൾ ആ മേഖല ഉപേക്ഷിച്ച് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ തയ്യാറായപ്പോഴാണ് അബ്രാഹത്തെ ദൈവം അനുഗ്രഹിക്കുവാനായിട്ടിടയായത്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സഹോദര, നീ ചിന്തിക്കി, നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള തിന്മകള്, തകർച്ചകള്, പാപങ്ങള്, അന്ധകാര ശക്തികളെ കുറിച്ച് തിരിച്ചറിഞ്ഞ് ഇതിന് പിന്നിലുള്ള കാരണം കണ്ടെത്തി അത് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറാകുമ്പോഴാണ് നിന്റെ ജീവിതം, നിന്റെ കുടുംബം അഭിഷേകം പ്രാപിക്കുന്നത് എന്ന് നീ തിരിച്ചറിയുക. ഹല്ലേലൂയ പറയട്ടെ, ഹല്ലേലൂയ പറയട്ടെ. രണ്ടാമതായി, ബർത്തമയൂസിന്റെ ജീവിതം രക്ഷപ്പെടുവാൻ കാരണം എന്താണെന്നറിയാമോ? ബർത്തമയൂസിന്റെ ജീവിതം രക്ഷപ്പെടുവാൻ കാരണം ബർത്തമയൂസ് തിരിച്ചറിഞ്ഞു, എനിക്ക് ഒരു രക്ഷകൻ ഈ ഭൂമിയിലുണ്ട്. ഉറക്കെ പറയാവോ? എനിക്ക് ഒരു രക്ഷകൻ ഈ ഭൂമിയിലുണ്ട്. അപ്പോൾ വിടുതൽ പ്രാപിക്കുവാൻ രണ്ടാമതായി നമ്മൾ സ്വീകരിക്കേണ്ട മനോഭാവം എന്ന് പറയുന്നത് നോ യുവർ സാൽവേഷൻ. നിനക്ക് രക്ഷയും രക്ഷകനുമുണ്ട് എന്ന് തിരിച്ചറിയുക. പ്രിയപ്പെട്ടവരെ, ബൈബിളിൽ നമ്മൾ വായിക്കുന്നു, ജെറിക്കോയുടെ തെരുവീഥികളിലൂടെ നസ്രായനായ യേശു ക്രിസ്തു കടന്നു പോകുന്നുവെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അന്ധനായ ബർത്തമയൂസ് എന്ത് ചെയ്തു? ഉച്ചത്തിൽ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ പറയട്ടെ. ഉച്ചത്തിൽ യേശുവിനെ വിളിച്ച്, എങ്ങനെ വിളിച്ചു? നിലവിളിച്ച് പ്രാർത്ഥിച്ചു. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പ്രാർത്ഥന? ദാവീദിന്റെ പുത്ര, എന്നിൽ, ഒന്നുറക്കെ പറയാവോ? ഒന്നുറക്കെ പറയാവോ? എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? തൊട്ടു മുമ്പിലത്തെ വചനത്തിൽ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? നസ്രായനായ യേശു കടന്നു പോകുന്നു. ജീസസ് ഓഫ് നാസറത്ത്. അതാരാണ്? ചരിത്രത്തിൽ ജനിച്ച ഒരു മനുഷ്യനായ ദൈവത്തെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത്. എന്നാൽ അന്ധനായ ബർത്തമയൂസ് യേശുവിനെ വിളിക്കുന്നത് എങ്ങനെയാണ്? ദാവീദിന്റെ പുത്ര എന്ന് പറഞ്ഞാൽ പ്രവചനങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്ന പ്രവചനങ്ങളുടെ പൂർത്തീകരണമായ ദൈവപുത്ര എന്നാണ് ആര് വിളിക്കുന്നത്? ബർത്തമയൂസ് വിളിക്കും. അപ്പോൾ യേശുവിൽ ബർത്തമയൂസ് ആരെ കണ്ടു? ഒരു രക്ഷകനെ കണ്ടു, ഒരു ദൈവത്തെ കണ്ടു. അങ്ങനെ ബർത്തമയൂസിനൊരു കാര്യം മനസ്സിലായി, എൻ്റെ ജീവിതം രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടിട്ട് കാര്യമില്ല, അയൽപക്കത്തേക്ക് ഓടിയിട്ട് കാര്യമില്ല, നാട്ടുകാരുടെ അടുത്ത് പോയിട്ട് കാര്യമില്ല, കൗൺസിലേഴ്സിൻ്റെ അടുത്ത് പിന്നാലെ പോയിട്ട് കാര്യമില്ല. ഞാൻ ആരുടെ അടുത്തേക്ക് പോകണം? നസ്രായനായ ദാവീദിന്റെ പുത്രനായ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ എൻ്റെ ജീവിതത്തിന് രക്ഷയുണ്ട്, എൻ്റെ ജീവിതത്തിൽ സൗഖ്യമുണ്ട്, എൻ്റെ ജീവിതത്തിൽ വിടുതലുണ്ടെന്ന് ആര് തിരിച്ചറിഞ്ഞു? ബർത്തമയൂസ് തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നു, അവൻ ഉച്ചത്തിൽ യേശുവിനെ വിളിച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ പറയട്ടെ. അവൻ എങ്ങനെ വിളിച്ച് പ്രാർത്ഥിച്ചു? ഉച്ചത്തിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ പറയട്ടെ. ഉച്ചത്തിൽ എങ്ങനെ വിളിച്ച് പ്രാർത്ഥിച്ചു? നിലവിളിച്ച് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിന് മനസ്സിലാകുന്ന ഒരു ഭാഷയാണ് കണ്ണുനീരിൻ്റെ ഭാഷ. ഏതാണ് ഭാഷ? ഏതാണ് ഭാഷ? പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവം കീഴടങ്ങിയിരിക്കുന്നത് എന്തിൻ്റെ മുമ്പിലാണെന്നറിയാമോ? കണ്ണുനീരിൻ്റെ മുമ്പിൽ. ഇത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 16-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ അബ്രാഹത്തിൻ്റെ കുടുംബത്തിൽ സാറായിയുടെ പീഡനം സഹിക്കവയ്യാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് മരുഭൂമിയിലൂടെ അലഞ്ഞ് യാത്രയാകുമ്പോൾ ഹാഗാറിന് മുമ്പിൽ ദൈവമനുഷ്യൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ചോദിക്കുകയാണ്, ഹാഗാറെ, നീ എവിടേക്ക് പോകുന്നു? പൊട്ടിക്കരയുന്ന ഹാഗാറിന് മുമ്പിൽ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, നീ അബ്രാഹത്തിന്റെ ഭവനത്തിലേക്ക് തിരിച്ചു പോവുക, അവിടെ വെച്ച് നിന്നെ ഞാൻ അനുഗ്രഹിക്കും. കരയുന്ന ഹാഗാറിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും മുമ്പിൽ ഈ ജാഗരണ രാത്രിയിൽ പ്രത്യക്ഷപ്പെടുമെന്ന് വിശ്വസിക്കുക. പ്രിയപ്പെട്ടവരെ, കണ്ണീരോടുകൂടി യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ നീ തയ്യാറായാൽ നിന്റെ കണ്ണുനീരിന് മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെടുമെന്ന് വിശ്വസിക്കുക. ഇതാ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ 25-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഉദ്ധിതനായ കർത്താവ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട്
മഗ്ദലന മറിയത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണ് ചോദിക്കുന്നത്? സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? ഒന്നുറക്കെ പറയാമോ? സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? എന്താണ് പ്രിയപ്പെട്ടവരെ ഈ വചനത്തിന്റെ അർത്ഥം? ജീവിച്ചിരിക്കുന്ന ക്രിസ്തുവിൻ്റെയും ഉദ്ധിതനായ കർത്താവിൻ്റെയും ആകുലത എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ കരയുന്ന മനുഷ്യരെ കുറിച്ചാണ്, വേദനിക്കുന്ന മനുഷ്യരെ കുറിച്ചാണ്, ദുഃഖിക്കുന്ന മനുഷ്യരെ കുറിച്ചാണ്. അങ്ങനെയെങ്കിൽ നിന്റെ ജീവിതത്തിൽ, നിന്റെ തകർച്ചയിൽ, നിന്റെ വേദനയുടെ മധ്യത്തിൽ നീ എന്ത് ചെയ്യണം? ബർത്തമയൂസിനെ പോലെ കരം നീട്ടിക്കൊണ്ട് കർത്താവിനെ വിളിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ നിന്റെ കാൽച്ചുവട്ടിലേക്ക് ഈ രാത്രിയിൽ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ഇറങ്ങി വന്ന് നിന്റെ രോഗങ്ങളെ സുഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കട്ടെ സഹോദര. നിന്റെ കടബാധ്യത എടുത്തു മാറ്റുമെന്ന് വിശ്വസിക്കട്ടെ. നിന്റെ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കുമെന്ന് വിശ്വസിക്കട്ടെ. നിന്റെ മക്കളെ കർത്താവ് അനുഗ്രഹിക്കുമെന്ന് വിശ്വസിക്കട്ടെ. അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ നിമിഷം രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഈശോയെ വിളിച്ച് സ്വരമുയർത്തി കണ്ണടച്ച് ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. സ്വരമുയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ വിളിക്കട്ടെ. കർത്താവേ, കരയുന്ന മക്കളെ നീ തൊടണമേ. നിലവിളിക്കുന്ന മക്കളെ തൊടണമേ. കണ്ണുനീര് തുടയ്ക്കണമേ. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മക്കളെ തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. നിലവിളിക്കട്ടെ, സ്തുതിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ, ഹല്ലേലൂയ പറയട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ രാത്രിയിൽ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പൊട്ടിക്കരഞ്ഞ് നെഞ്ചുരുകി നിലവിളിച്ച് നിന്റെ കർത്താവിനെ നീ വിളിച്ച് പ്രാർത്ഥിച്ചോ. ഈശോയുടെ നാമത്തിൽ സൗഖ്യമുണ്ട് പ്രിയപ്പെട്ടവരെ. അവൻ്റെ നാമത്തിൽ വിടുതലുണ്ട് പ്രിയപ്പെട്ടവരെ. യേശുവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് ആരാണ് അനുഗ്രഹം ലഭിക്കാതെ തിരിച്ച് ഭവനങ്ങളിലേക്ക് പോയിട്ടുള്ളത്? അവൻ്റെ നാമം വിളിച്ച് കരഞ്ഞിട്ട് ആരെയാണ് അവൻ അനുഗ്രഹിക്കാതെ പറഞ്ഞയച്ചിട്ടുള്ളത്? അതുകൊണ്ട് ബർത്തമയൂസിനെ പോലെ നിലവിളിച്ച് പ്രാർത്ഥിച്ചോ. ഈ രാത്രിയിൽ ദാവീദിന്റെ പുത്ര, പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ പറയാം, ഹല്ലേലൂയ പറയാം. 1 പത്രോസ് 5:7 നിന്റെ ഉത്കണ്ഠകളെല്ലാം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്റെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് എന്ന് പറഞ്ഞാൽ ബർത്തമയൂസ് ജീവിതത്തിൻ്റെ തകർച്ചകളിൽ രക്ഷപ്പെടുവാൻ ആരിലേക്ക് നോക്കി? യേശുവിലേക്ക് നോക്കി. തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ആരെ വിളിച്ച് പ്രാർത്ഥിച്ചു? യേശുവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. ജാതകത്തിനോ കൂടോത്രത്തിനോ മന്ത്രവാദത്തിനോ കൈനോട്ടത്തിനോ കാലഭൈരവ യന്ത്രങ്ങൾക്കോ ഏലസിനോ ജ്യോതിഷത്തിനോ നിന്റെ ജീവിതത്തെ രക്ഷിക്കുവാൻ കഴിവില്ല സഹോദര. നിന്റെ ജീവിതത്തെ രക്ഷിക്കുവാൻ കഴിവുള്ള ഈ ഭൂമിയിലെ ഒരേ ഒരു ദൈവം എന്ന് പറയുന്നത് നസ്രായനായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ പറയട്ടെ, ഹല്ലേലൂയ പറയട്ടെ, വിശ്വാസത്തോടെ പറയട്ടെ. മൂന്നാമതായി ബർത്തമയൂസ് ജീവിതത്തിൽ വിടുതൽ പ്രാപിക്കുവാനുള്ള കാരണമെന്ന് പറയുന്നത് അവൻ തിന്മയെ ശകാരിച്ചു. ഉറക്കെ പറയാം, ഉറക്കെ പറയാം. അവൻ തിന്മയെ ശകാരിച്ചു. എന്താണ് അതിനർത്ഥം? മാർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 48-ാം തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. ബർത്തമയൂസ് ഉച്ചത്തിൽ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ കൂട്ടുകാർ വന്നിട്ട് എന്തു പറഞ്ഞു? നീ നിശബ്ദനായിരിക്കാൻ പറഞ്ഞവനെ ശകാരിച്ചു. അവനോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു. സഹോദരങ്ങളെ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ദേവാലയത്തിൽ പോകുമ്പോൾ, ധ്യാനം കൂടാൻ പോകുമ്പോൾ, പ്രാർത്ഥിക്കുവാൻ പോകുമ്പോൾ, ജാഗരണ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ, അശുദ്ധിയിലും പാപത്തിലും തിന്മയിലും ജീവിക്കുന്ന ദൈവത്തെ അറിയാത്ത നിന്റെ സുഹൃത്തുക്കൾ, നിന്റെ കുടുംബത്തിലുള്ളവർ നിന്നോട് ചോദിക്കും, പള്ളിയിൽ പോയിട്ട് എന്തുപകാരം നിനക്ക് കിട്ടി? ധ്യാനം കൂടിയിട്ട് എന്തുപകാരം കിട്ടി? പ്രാർത്ഥിച്ചിട്ട് എന്ത് മെച്ചമുണ്ടായി? അതുകൊണ്ട് ഈ പ്രാർത്ഥന കൊണ്ടൊന്നും കാര്യമില്ല. പല വ്യക്തികളും നിന്നോട് നിശബ്ദനായിരിക്കാൻ ആവശ്യപ്പെടും. പ്രാർത്ഥിച്ചിട്ട് എന്ത് കിട്ടി എന്ന് ചോദിച്ചുകൊണ്ട് നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ, നിന്റെ അഭിഷേകത്തെ, നിന്റെ തപസ്സിനെ, നിന്റെ ജാഗരണ പ്രാർത്ഥനയെ, നിന്റെ കണ്ണുനീരിനെ ചോദ്യം ചെയ്യുന്ന ഒരു ഭർത്താവ് നിനക്കുണ്ടായിരിക്കാം, ഒരു ഭാര്യ ഉണ്ടായിരിക്കാം, കുടുംബത്തിൽ ചില വ്യക്തികൾ ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ള വ്യക്തികൾ നിന്നെ ചോദ്യം ചെയ്യുമ്പോൾ ബർത്തമയൂസിനെ പോലെ നീ എന്ത് ചെയ്യണം? ബർത്തമയൂസ് എന്ത് ചെയ്തു? അവൻ കൂടുതൽ ഉച്ചത്തിൽ കർത്താവിനെ വിളിച്ചു. ഹല്ലേലൂയ പറയട്ടെ.
കൂടുതൽ ഉച്ചത്തിൽ ഹല്ലേലൂയ പറയട്ടെ. ബർത്തമയൂസിനെ പോലെ പറയട്ടെ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പ്രാർത്ഥന അനുഭവത്തിലേക്ക് ദൈവത്തിലേക്ക് കടന്നു വരുമ്പോൾ പല വ്യക്തികളും നമ്മളെ നിരുത്സാഹപ്പെടുത്തുവാൻ ശ്രമിക്കും. പ്രാർത്ഥിച്ചിട്ട് എന്ത് കിട്ടി എന്നുള്ളൊരു ചോദ്യവുമായി നീ ചിന്തിക്കുക. നിന്റെ പ്രാർത്ഥന എന്നുള്ളത് ഒരു ബിസിനസ് അല്ല. നിനക്ക് എന്ത് കിട്ടുമെന്ന് കരുതിയല്ല നീ പ്രാർത്ഥിക്കുവാൻ കടന്നു വരുന്നത്. നിന്റെ ദൈവത്തിന് എന്ത് കൊടുക്കുവാൻ സാധിക്കുമെന്ന് കരുതിയാണ്. എന്താണ് നിനക്ക് കൊടുക്കുവാൻ കഴിയുന്നത്? നിന്റെ രോഗങ്ങൾ, നിന്റെ തകർച്ചകൾ, നിന്റെ വേദനകൾ, നിന്റെ കണ്ണുനീര് നിന്റെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിനക്ക് വിട്ടുകൊടുക്കുവാൻ സാധിക്കും. ബർത്തമയൂസിനെ പോലെ ജീവിതത്തിൻ്റെ തകർച്ചകളിൽ മറ്റുള്ളവർ നിന്നെ നിരുത്സാഹപ്പെടുത്തുമ്പോൾ അവരോട് നീ പറയണം, ഇത് ഞാനും എൻ്റെ കർത്താവും തമ്മിലുള്ള ബിസിനസ്സാണ്. നിനക്ക് ഈ സംഭവത്തിൽ സ്ഥാനമില്ല. പ്രിയപ്പെട്ടവരെ, ആരാണോ ആത്മീയ ജീവിതത്തിൽ നിന്നെ നിരുത്സാഹപ്പെടുത്തുന്നത് ആ വ്യക്തിയെ നോക്കിക്കൊണ്ട് നിനക്ക് പറയാൻ സാധിക്കണം, ഇത് ഞാനും എൻ്റെ കർത്താവും തമ്മിലുള്ള ഒരു ഡീലാണ്. നിനക്ക് ഈ സംഭവത്തിൽ സ്ഥാനമില്ല. അങ്ങനെ കർത്താവിനോട് ചേർന്നിരുന്നു കൊണ്ട് ബർത്തമയൂസ് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ തീരുമാനിച്ചപ്പോഴാണ് കർത്താവ് അവനെ തൊട്ട് അനുഗ്രഹിക്കുന്നത്. സഹോദര, ഹല്ലേലൂയ പറയട്ടെ, ഹല്ലേലൂയ പറയട്ടെ. നമുക്ക് യോഹന്നാന്റെ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൽ ഒരു സംഭവം കാണുന്നുണ്ട്. മറിയം സുഗന്ധ തൈലങ്ങൾ വാങ്ങിക്കൊണ്ട് കർത്താവിൻ്റെ കാല് കഴുകുമ്പോൾ യൂദാസ് വന്നിട്ട് ചോദിക്കുകയാണ്, എന്തിനാണ് ഈ തൈലം പാഴാക്കി കളയുന്നത്? ഇത് വിറ്റുകൊണ്ട് ദരിദ്രരെ സഹായിക്കാൻ പാടില്ലേ? പ്രിയപ്പെട്ടവരെ, ഒരു സ്ത്രീയുടെ സമർപ്പണത്തെ, കർത്താവുമായിട്ടുള്ള ആഴമായ സ്നേഹബന്ധത്തെ ചോദ്യം ചെയ്യുന്ന യൂദാസിനെ കർത്താവ് ശകാരിച്ചുവെന്ന് ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ മർക്കോസിന്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ 33-ാം തിരുവചനത്തിൽ യേശു കുരിശു ചുമക്കുകയും സഹനത്തെക്കുറിച്ച് പറയുകയും ചെയ്യുമ്പോൾ ഇതാ പത്രോസ് പറയുന്നു, നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ ഈശോ എന്താണ് പറഞ്ഞത്? സാത്താനെ നീ എന്ന് പറഞ്ഞാൽ ദൈവവുമായുള്ള സ്നേഹബന്ധത്തിൽ നിന്നും നിന്നെ അകറ്റുന്ന ഏത് വ്യക്തിയുണ്ടോ, ഏത് സംസാരങ്ങളുണ്ടോ, ഏത് ചിന്തകളുണ്ടോ, ഏത് വികാരങ്ങളുണ്ടോ, അതിനെ ശാസിക്കുവാനും അതിനെ ബന്ധിക്കുവാനും അതിനെ ഉപേക്ഷിക്കുവാനും നിനക്ക് സാധിച്ചില്ലെങ്കിൽ നിനക്ക് കൃപ സ്വീകരിക്കുവാനോ അഭിഷേകം സ്വീകരിക്കുവാനോ സാധിക്കുകയില്ല. അതുകൊണ്ട് ഈ നിമിഷങ്ങളിൽ ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി സാത്താനെ ബന്ധിച്ചുകൊണ്ട് ആത്മീയ ജീവിതത്തിൽ നിന്നെ നിരുത്സാഹപ്പെടുത്തുന്നവരെ കർത്താവിന് സമർപ്പിച്ച് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ബർത്തമയൂസിനെ പോലെ കൂടുതൽ ഉച്ചത്തിൽ ഈശോയെ വിളിച്ച് ഈ രാത്രിയിൽ നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് നിന്റെ കുടുംബത്തിലേക്ക് ഈ നിമിഷം ഇറങ്ങി വരും. നിന്റെ മക്കളിലേക്ക്, നിന്റെ ജീവിത പങ്കാളിയിലേക്ക്, നിന്റെ കടബാധ്യതയിലേക്ക്, നിന്റെ രോഗത്തിലേക്ക്, നിന്റെ ബന്ധനങ്ങളിലേക്ക് ഇറങ്ങി വരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ഈശോയെ വിളിച്ച് ഒന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ ഈ നിമിഷങ്ങളിൽ നീ തൊടണമേ കർത്താവേ. ഈശോയെ, ഈ മക്കളെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഈ നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവിനാൽ തൊടണമേ കർത്താവേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ദൈവമക്കൾ ആശീർവദിക്കപ്പെടട്ടെ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നാലാമതായി ബർത്തമയൂസ് അഭിഷേകം പ്രാപിക്കുവാൻ കാരണം അവൻ്റെ പ്രാർത്ഥന നീട്ടിവെച്ചില്ല എന്നുള്ളതാണ്. അവൻ്റെ പ്രാർത്ഥന കർത്താവ് അതിലൂടെ കടന്നു പോകുന്നു എന്നറിഞ്ഞപ്പോൾ, എന്നാൽ 2 മാസം കൂടി ഭിക്ഷ യാചിച്ച് 10 കാശുണ്ടാക്കിയതിന് ശേഷം അടുത്ത മാസം കർത്താവിനെ വിളിക്കാമെന്ന് ബർത്തമയൂസ് ചിന്തിച്ചോ? എപ്പോഴാണ് കർത്താവ് അവൻ്റെ മുമ്പിലൂടെ കടന്നു പോകുന്നത് എന്ന് അവൻ തിരിച്ചറിഞ്ഞത് ആ നിമിഷം അവൻ ഈശോയെ നെഞ്ചുരുകി വിളിക്കുക. കാരണം ബർത്തമയൂസിനറിയാം, നാളെ എൻ്റെ കർത്താവ് എൻ്റെ മുമ്പിലൂടെ കടന്നു പോകുമോ എന്ന് എനിക്കറിയില്ല. നാളെ ഞാൻ ജീവിച്ചിരിക്കുമോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഈ നിമിഷം എൻ്റെ കർത്താവ് എൻ്റെ മുമ്പിലൂടെ കടന്നു വരുമ്പോൾ സമയം കളയാതെ അവനെ വിളിച്ചു പ്രാർത്ഥിക്കുക. ഈ ജാഗരണ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന സഹോദര സഹോദരി, അടുത്ത ജാഗരണ പ്രാർത്ഥനയിൽ നീ ഉണ്ടാകുമോ എന്ന് വല്ല ഉറപ്പുണ്ടോ? ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യണം? ഈ രാത്രിയിൽ ഉറക്കം തൂങ്ങാതെ നെഞ്ചുരുകി നിന്റെ ദൈവത്തെ വിളിച്ച് ഇപ്പോൾ നീ പ്രാർത്ഥിക്കുക.
നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ മക്കൾക്ക് വേണ്ടി, നിന്റെ ജീവിതത്തിന് വേണ്ടി ഈശോയെ വിളിച്ചാൽ അവൻ ഇറങ്ങി വരും. ഹല്ലേലൂയ പറയട്ടെ, ഹല്ലേലൂയ പറയട്ടെ, ഹല്ലേലൂയ പറയട്ടെ, ഹല്ലേലൂയ പറയട്ടെ. ഇതാ ലൂക്കായുടെ സുവിശേഷത്തിൽ 15-ാം അധ്യായം 18-ാം തിരുവചനം പറയുന്നു, ധൂർത്തപുത്രൻ സുബോധമുണ്ടായപ്പോൾ അവൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ എഴുന്നേറ്റ് എൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് പോകും. ഒരാഴ്ച കഴിഞ്ഞിട്ടാണോ? ഒരു മാസം കഴിഞ്ഞിട്ടാണോ? ഒരു വർഷം കഴിഞ്ഞിട്ടാണോ? ചില വ്യക്തികൾ തകർച്ചകളുമായി ധ്യാന കേന്ദ്രങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ, അവരോട് ധ്യാനം കൂടാൻ പറയുമ്പോൾ, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വരാൻ പറയുമ്പോൾ, ജാഗരണ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ പറയുമ്പോൾ ദൈവമക്കൾ പറയുന്നൊരു മറുപടി എന്താണെന്നറിയാമോ? സമയമില്ല. പ്രിയപ്പെട്ടവരെ, നിനക്ക് ദൈവത്തിന് കൊടുക്കുവാൻ സമയമില്ലെങ്കിൽ ദൈവത്തിന് നിനക്ക് തരുവാൻ സമയമുണ്ടായിരിക്കുകയില്ല എന്ന് നീ തിരിച്ചറിയുക. അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി നീ സമയം കണ്ടെത്തുക. അപ്പോൾ കർത്താവ് നിനക്ക് വേണ്ടി സമയം കണ്ടെത്തുമെന്ന് വിശ്വസിക്കട്ടെ. ഹല്ലേലൂയ പറയാം, ഹല്ലേലൂയ പറയാം. ഇതാ റോമാലേഖനം 13-ാം അധ്യായത്തിൽ 11-ാം തിരുവചനം, പാപത്തിൽ ജീവിച്ച അഗസ്റ്റിന്റെ ജീവിതത്തെ മാനസാന്തരപ്പെടുത്തിയെന്ന് ബൈബിളിൽ നമ്മൾ വായിക്കുന്നു. ആ നിമിഷം തന്നെ അഗസ്റ്റിൻ പഴയകാല പാപജീവിതം ഉപേക്ഷിച്ചുകൊണ്ട് കർത്താവിനെ വിളിച്ച് അവൻ്റെ ജീവിതം ദൈവത്തിന് സമർപ്പിച്ച് ഒരു പുതിയ സൃഷ്ടിയായിട്ട് മാറി. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഈ നിമിഷം കുമ്പസാരിക്കാൻ നീ തീരുമാനിക്കട്ടെ, ദേവാലയത്തിൽ പോകുവാൻ തീരുമാനിക്കട്ടെ, കർത്താവിനെ വിളിക്കുവാൻ തീരുമാനിക്കട്ടെ. നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ധ്യാനം കൂടുവാൻ തീരുമാനിക്കട്ടെ, തുടർച്ചയായി ജാഗരണ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ തീരുമാനിക്കട്ടെ. അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. ബർത്തമയൂസ് നാളെ നാളെ എന്ന് പറഞ്ഞ് നീട്ടിവെച്ചില്ല. കർത്താവ് പോകുമ്പോൾ ആ നിമിഷം ഈശോയെ വിളിച്ച് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ പറയട്ടെ, ഹല്ലേലൂയ പറയട്ടെ. അഞ്ചാമതായി ബർത്തമയൂസിന്റെ ജീവിതം അഭിഷേകം പ്രാപിക്കുവാൻ കാരണം അവൻ ദൈവാനുഭവത്തിനായി വില കൊടുത്തു എന്നുള്ളതാണ്. ഒന്നുറക്കെ പറയാമോ? അവൻ ദൈവാനുഭവത്തിനായി വില കൊടുത്തു. സഹോദരങ്ങളെ, അവൻ കൊടുത്ത വില എന്താണ്? മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 59-ാം തിരുവചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നു, അവൻ തൻ്റെ പുറങ്കുപ്പായം വലിച്ചെറിഞ്ഞുകൊണ്ട് യേശുവിനെ തേടി ഓടിയെത്തി. എന്താണ് അവൻ വലിച്ചെറിഞ്ഞത്? പുറങ്കുപ്പായം എന്ന് പറഞ്ഞാൽ ഒരു ഭിക്ഷക്കാരന് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആത്മബന്ധമുള്ളൊരു കാര്യമാണ് അവൻ്റെ കീറി മുഷിഞ്ഞ പഴയ വസ്ത്രം. 2, അവൻ്റെ ഭിക്ഷച്ചട്ടി. അവൻ്റെ ജീവിതത്തിന് ഏറ്റവും കൂടുതൽ ബന്ധമുള്ള 2 കാര്യങ്ങളാണ്. എന്നാൽ കർത്താവിനെ തൊടണമെന്ന്, അവനെ അനുഭവിക്കണമെന്ന്, അവനിലൂടെ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്തു? അവൻ്റെ പുറങ്കുപ്പായം വലിച്ചെറിഞ്ഞു. കാരണം അവനറിയാം ഈ പുറങ്കുപ്പായം ദൈവാനുഭവത്തിന് തടസ്സമാണ്, ഈ ഭിക്ഷാപാത്രം ദൈവാനുഭവത്തിന് തടസ്സമാണ്. അതവൻ വലിച്ചെറിഞ്ഞു. നിനക്ക് ദൈവത്തെ കാണണമോ? നിനക്ക് ദൈവാനുഭവം കാണണമോ? നിന്റെ പഴയകാല ജീവിതത്തിലെ പാപബന്ധനങ്ങളും പാപബന്ധങ്ങളും നീ ഉപേക്ഷിച്ചുകൊണ്ട് പുറങ്കുപ്പായങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരിക. അവനെ വിളിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ കർത്താവ് നിന്നെ കാണും. അപ്പോൾ കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. ഇതാ ബർത്തമയൂസ് അവൻ്റെ പുറങ്കുപ്പായം വലിച്ചെറിഞ്ഞു കളഞ്ഞുവെന്ന് ബൈബിളിൽ എഴുതി വെക്കുമ്പോൾ അതിൻ്റെ അർത്ഥം ഇതാണ്: നമ്മെ, ജീവിതത്തെ പൊതിഞ്ഞിരിക്കുന്ന ഒരു പാപത്തിൻ്റെ പുറങ്കുപ്പായമുണ്ട്, അശുദ്ധമായ ബന്ധത്തിൻ്റെ ഒരു പുറങ്കുപ്പായമുണ്ട്, ആവർത്തിച്ചാവർത്തിച്ച് വീണുപോകുന്ന തടക്ക് ദോഷങ്ങളുടെ ഒരു പുറങ്കുപ്പായമുണ്ട്, മദ്യപാനത്തിൻ്റെ, പുകവലിയുടെ, മയക്കുമരുന്നിൻ്റെ ഏതൊരു തിന്മയുടെ പുറങ്കുപ്പായം നിനക്കുണ്ടെങ്കിൽ കർത്താവിനെ തൊട്ട് അനുഭവിക്കണമെങ്കിൽ ഈ പുറങ്കുപ്പായം വലിച്ചെറിയുവാൻ നീ തയ്യാറാകണം. അപ്പോൾ നിന്റെ കർത്താവ് നിന്നെ തൊടുമെന്ന് തിരിച്ചറിയുക. ഹല്ലേലൂയ പറയട്ടെ, ഹല്ലേലൂയ പറയട്ടെ. ദൈവാനുഭവത്തിന് വേണ്ടി വില കൊടുക്കുവാനായിട്ട് നീ തയ്യാറാകണം. പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ മാസം ഞാൻ കാനഡയിൽ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം 8 ദിവസങ്ങൾ 8 ഇടവകകളിലായി ധ്യാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 6:30 മണിക്കാണ് അവിടുത്തെ ശുശ്രൂഷകൾ ആരംഭിക്കുക. പ്രിയപ്പെട്ടവരെ, ഒരു ദേവാലയത്തിൽ ശുശ്രൂഷയ്ക്ക് ചെന്നപ്പോൾ അവിടെ 4:30 മണിക്ക് ദൈവജനം വന്നിരിക്കുകയാ. ഞാൻ ചോദിച്ചു,
6:30-ക്കാണ് പ്രാർത്ഥന, നിങ്ങൾ എന്തിനാണ് 4:30-ക്ക് വന്നിരിക്കുന്നത്? അപ്പോൾ ആ ദൈവമക്കൾ പറയുകയാണ്, അച്ഛാ, ഞങ്ങൾ നേരത്തെ വന്നില്ലെങ്കിൽ ദേവാലയത്തിൽ ഏറ്റവും മുൻനിരയിൽ ഇരിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല. മുൻനിരയിൽ ഇരുന്നാലാണ് ഞങ്ങൾക്ക് ദിവ്യകാരുണ്യത്തിലെ ഈശോയെ അടുത്ത് കണ്ടുകൊണ്ട് ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ പറ്റുകയുള്ളൂ. നോക്കുക പ്രിയപ്പെട്ടവരെ, കർത്താവിനെ അനുഭവിക്കുവാൻ വില കൊടുക്കുന്ന വ്യക്തികൾ. മോശയെ കർത്താവ് തൊട്ട് അനുഗ്രഹിക്കുവാൻ തയ്യാറാകുമ്പോൾ മോശയോട് കർത്താവ് പറഞ്ഞു, നിന്റെ ചെരുപ്പ് അഴിച്ചു മാറ്റുക. നിനക്ക് കർത്താവിനെ അനുഭവിക്കണമെങ്കിൽ, അവൻ്റെ സൗഖ്യം സ്വീകരിക്കണമെങ്കിൽ നീ അഴിച്ചു മാറ്റേണ്ട ഒരു പുറങ്കുപ്പായം, ഒരു പാപത്തിൻ്റെ, തിന്മയുടെ, അശുദ്ധിയുടെ ചെരുപ്പ് നിന്റെ കാൽപാദത്തിലുണ്ട് എന്ന് നീ തിരിച്ചറിയുക. ഇതുപേക്ഷിക്കാതെ ദൈവത്തെ അനുഭവിക്കുവാൻ നിനക്ക് സാധിക്കുകയില്ല. സക്കേവൂസിന് ദൈവാനുഭവം ഉണ്ടായത് എപ്പോൾ? അവൻ്റെ കൂട്ടുകെട്ട് അവൻ ഉപേക്ഷിച്ചപ്പോൾ. സമരിയാക്കാരി സ്ത്രീക്ക് അഭിഷേകം ലഭിച്ചതെപ്പോൾ? അവളുടെ കൂട്ടുകെട്ട് അവൾ ഉപേക്ഷിച്ച് കളഞ്ഞപ്പോൾ. ഈ രാത്രിയിൽ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നീ തീരുമാനിക്കുക, എൻ്റെ കർത്താവിൻ്റെ അനുഗ്രഹം ലഭിക്കുവാൻ, രോഗശാന്തി ലഭിക്കുവാൻ, ദൈവം ആശീർവദിക്കാത്തതെല്ലാം എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ വലിച്ചെറിയുവാൻ തയ്യാറാകുമെന്ന് നീ തീരുമാനിച്ചാൽ ഈ രാത്രിയിൽ നിന്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കുമെന്ന് വിശ്വസിക്കുക പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ പറഞ്ഞ് കരങ്ങളുയർത്തി നമുക്ക് ഈശോയെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ, കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ, ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഈ രാത്രിയിൽ വചന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ ദൈവമക്കളെ നീ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. അവരുടെ കണ്ണുനീരിനെ നീ കാണണമേ, അവരുടെ പ്രാർത്ഥനകളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ പറയട്ടെ, ഹല്ലേലൂയ പറയട്ടെ. ആറാമതായി, എങ്ങനെയാണ് ബർത്തമയൂസിന് വിടുതലും സൗഖ്യവും കിട്ടിയത്? അവൻ അവൻ്റെ ആവശ്യങ്ങൾ കൃത്യമായി ദൈവ തിരുമുമ്പിൽ തുറന്നു വെച്ചു. യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ എന്താണ് പറഞ്ഞത്? കർത്താവേ, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതത്തിലെ തകർന്ന മേഖലയെ അവൻ ദൈവ തിരുമുമ്പിൽ തുറന്നു വെച്ചു എന്നർത്ഥം. ഈ രാത്രിയിൽ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ കർത്താവ് നിന്നോട് ചോദിക്കുന്നു, മാനസികമായി വേദനിച്ച് കണ്ണുനീരോടുകൂടി ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സഹോദര സഹോദരി, നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു തരണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ബർത്തമയൂസിനെ പോലെ നിന്റെ ജീവിതത്തിലെ തകർന്ന മേഖലകളെ, കഷ്ടപ്പാടുകളെ, കണ്ണുനീരിനെ കർത്താവിൻ്റെ മുമ്പിൽ നീ തുറന്നു വെക്കുവാൻ തയ്യാറായാൽ നിന്റെ കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. ബർത്തമയൂസ് ദൈവത്തിൻ്റെ മുമ്പിൽ ശാഠ്യം പിടിക്കുകയായിരുന്നു. ശാഠ്യം പിടിക്കുന്നവർക്ക് മുമ്പിൽ ദൈവം കീഴടങ്ങും. പഴയ നിയമത്തിൽ യാക്കോബ് പറഞ്ഞു ദൈവദൂതനോട്, നീ എന്നെ അനുഗ്രഹിക്കാതെ ഈ സ്ഥലം വിട്ട് ഞാൻ പോവുകയില്ല. നീ ഈ രാത്രിയിൽ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ കർത്താവിനോട് പറയണം, നീ എന്നെ അനുഗ്രഹിക്കാതെ ഈ ജാഗരണ പ്രാർത്ഥനയിൽ നിന്നും ഞാൻ പിന്മാറുകയില്ല. എൻ്റെ കർത്താവേ, നീ എന്നെ അനുഗ്രഹിക്കണമെന്ന് പറയണം. സഹോദരങ്ങളെ, യോഹന്നാൻ 20:25 നമ്മൾ വായിക്കുന്നു, തോമാസ് ലീഗ കർത്താവിനെ കാണാതായപ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞു, അവൻ്റെ തിരുവിലാവിൽ, അവൻ്റെ മുറിവുകളിൽ വിരൽ തുമ്പിടാതെ ഞാൻ വിശ്വസിക്കില്ല. അവൻ ശാഠ്യം പിടിച്ചു. 9-ാം ദിവസം കർത്താവ് അവൻ്റെ നിർബന്ധ ബുദ്ധിക്ക് മുമ്പിൽ, അവൻ്റെ പ്രാർത്ഥനയ്ക്ക് പിന്നിൽ കർത്താവ് പ്രത്യക്ഷപ്പെടുകയാണ്. ഈ രാത്രിയിൽ നീ കർത്താവിനോട് പറയണം, എൻ്റെ രോഗങ്ങൾക്കിടയിൽ, എൻ്റെ തകർച്ചയിൽ, എൻ്റെ വേദനയിൽ, എൻ്റെ ദുഃഖങ്ങളിൽ കർത്താവേ നീ പ്രത്യക്ഷപ്പെടണമേ, നീ എന്നെ അനുഗ്രഹിക്കണമേ, നീ എന്നെ സുഖപ്പെടുത്തണമേ എന്ന് നീ പ്രാർത്ഥിച്ചാൽ നിന്റെ കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർക്കുന്നു, ഫരീദാബാദ് ഡൽഹി ധ്യാന കേന്ദ്രത്തിൽ ഒരു സിസ്റ്റർ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുകയാണ്. ആ സിസ്റ്റർ കഴിക്കുന്ന ഭക്ഷണമെല്ലാം ശരീരത്തിൽ പോയിസനായിട്ട് മാറും. ആ സിസ്റ്ററിന് ചപ്പാത്തി മാത്രമേ കഴിക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റ് ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ മൂലം അത് പോയിസനായിട്ട് മാറുന്നു. അനേകം നാളുകളായി വേദനിച്ച് ധ്യാന കേന്ദ്രത്തിൽ വന്നപ്പോൾ ആ സിസ്റ്ററിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, സിസ്റ്ററെ, ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ, ആരാധനയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ചോ, കർത്താവ് സുഖപ്പെടുത്തും.
ദിവ്യബലിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചോ, കർത്താവ് സുഖപ്പെടുത്തും. അങ്ങനെ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ ഇരുന്നിരുന്ന് പ്രാർത്ഥിച്ച് അത്ഭുതകരമെന്ന് പറയട്ടെ, ആ സിസ്റ്റർ അത്ഭുതകരമായി സൗഖ്യം പ്രാപിക്കുകയും ധ്യാന കേന്ദ്രത്തിൽ വിളമ്പിക്കൊടുക്കുന്ന എല്ലാ ഭക്ഷണവും കഴിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ പറയട്ടെ. കരമടിച്ച് കർത്താവിന് നമുക്ക് നന്ദി പറയാൻ പ്രിയപ്പെട്ടവരെ. സഹോദരങ്ങളെ, ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിൽ +2 പഠിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി നടുവേദന വന്ന് ഡോക്ടേഴ്സ് ചികിത്സിച്ച് കാരണം കണ്ടെത്താതെ തളർന്ന അവശതയായി ധ്യാന കേന്ദ്രത്തിലേക്ക് കടന്നു വന്നു. അവൾ പഠനം നിർത്തിയിരിക്കുകയാണ്. ധ്യാനം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ മകളോട് പറഞ്ഞു, മോളെ, ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലിരുന്ന് കർത്താവിനോട് നീ നിലവിളിച്ച് പ്രാർത്ഥിക്ക്, നിന്റെ കർത്താവ് നിന്നെ തൊട്ട് സുഖപ്പെടുത്തും. നിങ്ങൾക്കറിയാമോ, ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലിരുന്ന് തപസ് കലർന്ന പ്രാർത്ഥനയുമായി കണ്ണീരോടെ പ്രാർത്ഥിച്ച് എന്ത് സംഭവിച്ചെന്നറിയാമോ? അവളുടെ നടുവേദന സുഖപ്പെട്ട് ഇന്ന് ആ കുട്ടി പഠിക്കുവാനായി അഡ്മിഷൻ സ്വീകരിച്ചിരിക്കുന്നു. കരമടിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താൻ പ്രിയപ്പെട്ടവരെ. അത്ഭുതത്തിൻ്റെ കഥകൾ എത്രയെത്രയാണ്. വിശ്വാസത്തോടുകൂടി കർത്താവിനെ വിളിച്ചാൽ ആരെയും കർത്താവ് കൈവിടുകയില്ല എന്ന് നീ വിശ്വസിക്കട്ടെ. ഏഴാമതായി ബർത്തമയൂസ് സൗഖ്യവും വിടുതലും പ്രാപിച്ചത് എങ്ങനെയാണ്? അവൻ്റെ കർത്താവിലുള്ള ആഴമായ വിശ്വാസം. ഈശോ എന്താണ് പറഞ്ഞത്? നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഉറക്കെ പറയാവോ? നിന്റെ വിശ്വാസം നിന്നെ. പ്രിയപ്പെട്ടവരെ, കർത്താവിന് മുമ്പിൽ വരുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കാറില്ല. ആരാണ് രക്ഷ പ്രാപിക്കുന്നത്? ഹെബ്രായർ 11:6, വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. നിന്റെ കർത്താവിന് നിന്നെ തൊടാൻ സാധിക്കുമെന്നും സുഖപ്പെടുത്തുവാൻ സാധിക്കുമെന്നും അനുഗ്രഹിക്കുവാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുക. ഞാൻ ഓർക്കുകയാണ്, ഒരു അമ്മ മകളെയും കൂട്ടിക്കൊണ്ടുവന്നു. എന്താണെന്നറിയാമോ സംഭവം? MBBSന് അഡ്മിഷന് വേണ്ടി അവൾ കഷ്ടപ്പെട്ട് കണ്ണീരോടെ പ്രാർത്ഥിച്ച് ഒരുപാട് ഒരുങ്ങി. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ അവൾക്ക് MBBSന്റെ എൻട്രൻസ് ക്ലിയർ ചെയ്യാൻ സാധിച്ചില്ല. അവളുടെ പേര് റാങ്ക് ലിസ്റ്റിലില്ല. അവൾ നിരാശപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്തു? ദൈവത്തെ ചോദ്യം ചെയ്തു. അവൾ ജപമാലകൾ കഴുത്തിൽ നിന്ന് പൊട്ടിച്ചു കളഞ്ഞു, ബൈബിൾ വലിച്ചെറിഞ്ഞു. അവൾ പിന്നീട് പ്രാർത്ഥിക്കുവാൻ തയ്യാറായില്ല. സഹോദരങ്ങളെ, ആ പെൺകുട്ടിയുടെ വിശ്വാസം എന്തായിരുന്നു? അവൾ ചോദിച്ചു, ഞാൻ ഇത്ര നാളും പ്രാർത്ഥിച്ചിട്ട് ദൈവം എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥന കേട്ടില്ല? അവളുടെ പ്രാർത്ഥന വിശ്വാസത്തോടുകൂടി ഒരു പ്രാർത്ഥനയായിരുന്നില്ല. വിശ്വസിക്കുന്നവർക്ക് മുമ്പിൽ ദൈവം കീഴടങ്ങും, സ്വർഗം ഇറങ്ങി വരും, അത്ഭുതങ്ങൾ സംഭവിച്ചിരിക്കും. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 34:10 പറയുന്നു, സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വന്നേക്കാം, എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടായിരിക്കുകയില്ല. സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വന്നേക്കാം, എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടായിരിക്കുകയില്ല. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളോട് 1-2 കാര്യങ്ങൾ ഞാൻ പങ്കുവെക്കട്ടെ. കാനഡയിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ധ്യാനിപ്പിക്കാൻ പോയപ്പോൾ ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഞാൻ ചെന്നു. അവിടെ ചെന്നപ്പോൾ ടിക്കറ്റ് എടുക്കാൻ നേരത്ത് അവിടെ ഉണ്ടായിരുന്ന കൗണ്ടറുണ്ടായിരുന്ന വ്യക്തികൾ എന്നോട് പറഞ്ഞു, വിദേശത്തേക്ക് പോകുവാൻ വേണ്ടിയിട്ട് ഒരു ബാഗ് മാത്രമേ കൊണ്ടുപോകാൻ അനുവാദമുള്ളൂ. എൻ്റെ കയ്യിൽ 2 ബാഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, എത്ര കിലോ ഉണ്ടെന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ 46 കിലോ തൂക്കമുണ്ട് 2 ബാഗിനും കൂടി. അവർ പറഞ്ഞു 23 കിലോ മാത്രമേ അനുവദിച്ചിട്ടുള്ളൂ. അനുവദിച്ചതിൻ്റെ ഇരട്ടി തൂക്കമുള്ള ബാഗ് എൻ്റെ കയ്യിലിരിക്കുക. അവർ പറഞ്ഞു, ഈ ബാഗുമായിട്ട് യാത്ര ചെയ്യാൻ പറ്റില്ല, ഞാൻ വൈകിയാണ് എയർപോർട്ടിലെത്തിയത്, എന്നെ കൊണ്ടുവന്നാക്കാമെന്ന അച്ഛന്മാർ തിരിച്ചുപോയി, ഇനി ഞാൻ എന്ത് ചെയ്യും? എൻ്റെ കർത്താവിൽ ആശ്രയിച്ച് വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഈ പെൺകുട്ടി എന്നോട് പറഞ്ഞു, ഈ എയർപോർട്ടിൻ്റെ മാനേജർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സഹായം ചെയ്യാനായിട്ട് പറ്റും. ഞാൻ മാനേജറെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു, കർത്താവ് ഇദ്ദേഹത്തെ അഭിഷേകത്താൽ നിറയ്ക്കണമേ, തിരുരക്തത്താൽ കഴുകണമേ, പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ. അങ്ങനെ മാനേജറിൻ്റെ മുമ്പിലേക്ക് ഞാൻ കടന്നു നിന്നിരിക്കുക. മാനേജറിനെ കണ്ട ഉടനെ മാനേജർ എന്നെ കണ്ടു. ഉടനെ ചാടി അവിടെ എഴുന്നേറ്റ് നിന്നിട്ട് എന്നോട് പറഞ്ഞു, ഫാദർ ജോബി, പ്രൈസ് ദ ലോർഡ്. ഞാൻ അത്ഭുതപ്പെട്ട് നോക്കിയിരിക്കുക. അദ്ദേഹം എന്നോട് പറഞ്ഞു,
Father Joby, I had come to attend your night vigil in Divine Faridabad Retreat Center. ഞാൻ നിങ്ങളുടെ ധ്യാന കേന്ദ്രത്തിൽ രാത്രി ജാഗരണ പ്രാർത്ഥനയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ ശുശ്രൂഷയിൽ പങ്കെടുത്തിട്ടുണ്ട്. അച്ഛൻ എന്താണ് വേണ്ടത്? ഞാൻ പറഞ്ഞു, ഒരു ബാഗ് എനിക്ക് എക്സ്ട്രാ ഉണ്ട്, ഒരു ബാഗ് അനുവദിച്ചിട്ടുള്ളൂ. അദ്ദേഹം പറഞ്ഞു, ഒരു ബാഗ് മാത്രമേ ഉള്ളൂ, വേണമെങ്കിൽ 10 ബാഗ് കൊണ്ടുപോക്കണം പറഞ്ഞു. പ്രൈസ് ദ ലോർഡ്. സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വന്നേക്കാം, കർത്താവിൽ ആശ്രയിക്കുന്നവർക്കൊന്നിനും കുറവുണ്ടായിരിക്കുകയില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ ഓർക്കെ കാനഡയിൽ മറ്റൊരു സ്ഥലത്ത് ധ്യാനിപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ അന്ന് മാർച്ച് മാസം കൊടും മഞ്ഞുള്ളത് കൊണ്ട് കാലാവസ്ഥ പ്രവചനം മഞ്ഞുമഴ പെയ്യാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ധ്യാനം ക്യാൻസൽ ചെയ്യണം. പ്രിയപ്പെട്ടവരെ, ഓർഗനൈസേഴ്സിനോട് ഞാൻ പറഞ്ഞു, യേശുവിൽ വിശ്വസിച്ച് ജപമാല ചൊല്ലി കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. ധ്യാനം ക്യാൻസൽ ചെയ്യുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. നമ്മൾക്ക് ഈശോയിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും വിശ്വാസത്തോടെ കർത്താവിനെ വിളിച്ച് ജപമാല ചൊല്ലി യേശുനാമം വിളിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, പിറ്റേ ദിവസം എന്ത് നടന്നു എന്നറിയാമോ? മഞ്ഞുമഴ പെയ്തില്ല എന്ന് മാത്രമല്ല, റോഡിൽ കിടന്ന മഞ്ഞെല്ലാം ഉരുകി നല്ല കാലാവസ്ഥ വരികയും പ്രതീക്ഷിച്ചതിൻ്റെ ഇരട്ടി ജനം ആ ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും ചെയ്തു. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് യേശുനാമത്തിൻ്റെ ശക്തി. ഞങ്ങളുടെ ധ്യാന കേന്ദ്രത്തിൽ അന്ധയായ ഒരു പെൺകുട്ടിയെയും കൂട്ടിക്കൊണ്ട് ചില കുടുംബാംഗങ്ങൾ പ്രാർത്ഥിക്കുവാൻ വന്നു. ആ കുട്ടിയുടെ ഒരു കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു, മറ്റേ കണ്ണിൻ്റെ കാഴ്ചശക്തി 80% നഷ്ടപ്പെട്ടിരിക്കുന്നു. ധ്യാന കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ ആ കൊച്ചു കുഞ്ഞിനെ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നിരുത്തിയിട്ട് ഞാൻ ആ കുഞ്ഞിനോട് പറഞ്ഞു, മോളെ, ദിവ്യകാരുണ്യത്തിൽ ഈശോയുണ്ട്, ജീവിക്കുന്ന ദൈവമുണ്ട്. ആ ഈശോയുടെ തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് നീ ഈശോയെ വിളിച്ച് പ്രാർത്ഥിച്ചോ, ഞങ്ങൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ കുരിശ് ആ കുഞ്ഞിൻ്റെ ശിരസിൽ വെച്ചുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു. 2013 വർഷങ്ങൾക്ക് മുമ്പ് രോഗികളെ സുഖപ്പെടുത്തിയ, അന്ധരെ സുഖപ്പെടുത്തിയ ജീവിക്കുന്ന ഈശോയെ, ഈ കുഞ്ഞിന് നീ കാഴ്ച ശക്തി നൽകണമേ. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദിവ്യകാരുണ്യത്തിൽ നിന്ന് പ്രകാശവലയം ഈ കുഞ്ഞിലേക്ക് പോകുന്നത് ഞാൻ കാണുകയാണ്. ഞാൻ ആ കുഞ്ഞിനോട് പറഞ്ഞു, മോളെ, ദിവ്യകാരുണ്യത്തിലെ ഈശോ നിന്നെ സുഖപ്പെടുത്തിയിട്ടുണ്ട്, നിന്റെ കണ്ണുകൾ തുറക്കുക, നിനക്ക് കാണാൻ പറ്റും, നീ വിശ്വസിക്കുക. ആ കൊച്ചുകുഞ്ഞ് ആ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുവന്ന എല്ലാവരുടെയും മധ്യത്തിൽ വെച്ചുകൊണ്ട് കണ്ണീരോടുകൂടി ഞങ്ങളുടെ മുമ്പിൽ വെച്ച് കണ്ണുകൾ തുറന്നുകൊണ്ട് ആ പെൺകുട്ടി, ആ കൊച്ചുകുഞ്ഞു പറഞ്ഞു, എനിക്ക് ഇപ്പോൾ ഈശോ അപ്പച്ചനെ കാണാം, ഈശോയെ കാണാം. ആ കുഞ്ഞിൻ്റെ കാഴ്ചശക്തി ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ തിരിച്ചു കിട്ടി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതാണ് ജീവിക്കുന്ന യേശുവിൻ്റെ ശക്തി. ഈ ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട്, ഏത് മതവിഭാഗത്തിൽപ്പെട്ട വ്യക്തിയാകട്ടെ, നീ യേശുവിൻ്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ ജീവിതത്തിൽ അത്ഭുതം കാണുമെന്ന് നീ തിരിച്ചറിയുക. ലൂക്ക 1:37 കർത്താവിനൊന്നും അസാധ്യമല്ല. മാർക്കോസ് 9:21 വിശ്വസിക്കുന്നവർക്ക് എല്ലാം സാധ്യമാണ് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ശതാധിപൻ പറഞ്ഞില്ലേ മത്തായി 8:8, കർത്താവേ, നീ എൻ്റെ വീട്ടിലേക്ക് വരുവാൻ ഞാൻ യോഗ്യനല്ല, ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ഭൃത്യൻ സുഖപ്പെടും. കർത്താവ് ആ വാക്ക് ഉച്ചരിച്ച് അവൻ്റെ ശതാധിപൻ്റെ ഭവനത്തിൽ വെച്ച് ഭൃത്യൻ സുഖപ്പെട്ടുവെങ്കിൽ, ഈ ജാഗരണ പ്രാർത്ഥനയിൽ പങ്കെടുത്തിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, കർത്താവിന് ദൂരങ്ങൾ പ്രശ്നമല്ല, കാലങ്ങൾ പ്രശ്നമല്ല. കരയിലൂടെ സഞ്ചരിച്ച ദൈവത്തിന് കരയിലൂടെ കടന്നു ചെന്ന്, ഏത് അതിർത്തികൾ കടന്നു ചെന്നും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ സാധിക്കും. ജലത്തിലൂടെ സഞ്ചരിച്ച കർത്താവിന് ജലത്തിലൂടെ കടന്നു ചെന്ന് ലോകത്തിൻ്റെ ഏത് അതിർത്തികളിലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ സാധിക്കും. വായുവിലൂടെ സ്വർഗാരോപണം ചെയ്ത കർത്താവിന് ഏത് ലോകത്തിൻ്റെ അതിർത്തികളിലും കടന്നു ചെന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുക. നിന്റെ കുടുംബത്തിലെ അംഗങ്ങൾ ഈ ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിലായിക്കൊള്ളട്ടെ, നിന്റെ യേശുവിനെ വിളിച്ച് കരമുയർത്തി ഈ നിമിഷം അവനെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുക. നിന്റെ നിലവിളിയിലൂടെ, നിന്റെ പ്രാർത്ഥനയിലൂടെ നിന്റെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുമെന്ന് വിശ്വസിക്കുക. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈസ്റ്റ് തിമോർ എന്ന രാജ്യത്ത് ധ്യാനിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ വെച്ച്
നടക്കുവാൻ പ്രയാസമുള്ള ഒരു പെൺകുട്ടിയുടെ കാല് കർത്താവ് സുഖപ്പെടുത്തി. അവൾ നടക്കുവാൻ ആരംഭിച്ചു. ഈസ്റ്റ് തിമോർ രാജ്യത്ത് അവിടുത്തെ നാഷണൽ ടെലിവിഷൻ ചാനലിൽ ഈ രോഗസൗഖ്യം ജനങ്ങളെ കാണിക്കുന്നുണ്ടായിരുന്നു. പരിശുദ്ധ കുർബാനയുടെ ശക്തി, ദിവ്യകാരുണ്യത്തിന്റെ ശക്തി, ജീവിക്കുന്ന യേശുവിന്റെ ശക്തി നിന്റെ ബുദ്ധിക്ക് അതീതമാണ്. ഈ രാത്രി അത്ഭുതങ്ങളുടെ രാത്രിയാണ്. കർത്താവ് നിന്റെ അരികിലേക്ക് ഇറങ്ങി വന്ന് അത്ഭുതം പ്രവർത്തിക്കുന്ന രാത്രി. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. സ്വരമുയർത്തി നമുക്ക് നിലവിളിക്കാം. ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ശബ്ദമുയർത്തി പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, കരുണയുള്ള ദൈവമേ, വചന ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ നീ ആശീർവദിക്കണമേ, സുഖപ്പെടുത്തണമേ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.